കലാകായികം സാഹിത്യം സംസ്കാരം എന്ന് പറയുന്നത് 5 മാർക്കിൻ്റെ ഒരു ടോപ്പിക്കാണ്. LDC പരീക്ഷയുടെ സിലബസിലുള്ള 5 മാർക്കിൻ്റെ ഒരു ടോപ്പിക്കാണ് ഈ കലാകായികം സാഹിത്യ സംസ്കാരം. ഇത് ഡീപ്പായിട്ട് പഠിക്കാൻ നിന്നാൽ ഒരുപാടുണ്ട് ഇത് പഠിക്കാൻ. റാങ്ക് 5-ലൊക്കെ ഈ ഒരു കല എന്ന ടോപ്പിക്ക് തന്നെ ചിലപ്പോൾ ഒരു 100-150 പേജ് കാണും. അതുപോലെ ഓരോ ടോപ്പിക്കും അതുപോലെ ഉണ്ട് കണ്ടൻറ്റ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ക്യാപ്സ്യൂൾ പോലെ PSC ഇതുവരെ ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളും അതുപോലെ പ്രധാനപ്പെട്ട പോയിൻറ്റും മാത്രം പഠിച്ചു പോകുന്ന രീതിയിലുള്ള ഒരു പഠനമാണ് നിങ്ങൾ ഇനിയുള്ള സമയം കൊണ്ട് ചെയ്യേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട PSC ഇതുവരെ ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളുടെ PDF-ഉം കാര്യങ്ങളും എല്ലാം നമ്മൾ പുതിയതായിട്ട് തുടങ്ങിയ LDCയുടെ ആ ഒരു കോഴ്സിൽ നമ്മുടെ ആപ്പിൽ ഹിയർ ദ നോട്ട്സ് എന്ന ആപ്പിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാം. പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ഇതുപോലത്തെ ക്യാപ്സ്യൂൾ പോലത്തെ PDF-കളും പിന്നെ ആവശ്യമുള്ള വീഡിയോ ക്ലാസ്സുകൾ മാത്രം സെലക്ട് ചെയ്ത് കുറച്ച് കണ്ടൻറ്റ് ഉൾപ്പെടുത്തി ഇനിയുള്ള സമയം കൊണ്ട് നിങ്ങൾക്ക് തീർക്കാൻ പറ്റുന്ന രീതിയിലൊരു സ്റ്റഡി പ്ലാനും അതുപോലെ ഈ മെറ്റീരിയലും എല്ലാം അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് കല എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രീവിയസ് ഫാക്ട്സും ഈ ഒരു വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുവാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവൻ കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആകും. അതെങ്ങനെയാണ് യൂസ്ഫുൾ ആകുന്നതെന്ന് ആദ്യം ഞാനൊരു ചോദ്യം എക്സാമ്പിൾ വെച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനുശേഷം ബാക്കിയുള്ള മുഴുവൻ ബുള്ളറ്റ് പോയിൻറ്റുകൾ പോലെ കാര്യങ്ങൾ പറയുന്നുണ്ട്. റിപ്പീറ്റായിട്ട് നിങ്ങളൊന്ന് കേട്ടാൽ മതി. കുറച്ച് പോയിൻറ്റേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടു തീരുന്ന സമയം കൊണ്ട് തന്നെ അല്ലെങ്കിൽ 1-2 പ്രാവശ്യം ഇത് കേട്ടാൽ തന്നെ തീർക്കാൻ പറ്റുന്നേ ഉള്ളൂ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 4 സ്റ്റേറ്റ്മെൻറ്റുകളൂടെ കൊടുത്തേക്കുന്നത് കാണാൻ സാധിക്കും. കലാകായികം സാഹിത്യ സംസ്കാരം എന്ന ടോപ്പിക്കിൽ നിന്ന് ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യമാണത്. ആ 4 സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഒരു 4 ഓപ്ഷനുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഏതൊക്കെയാണ് ശരി എന്ന് ഒറ്റയടിക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുന്ന ഒരാൾക്ക് ആ ഓപ്ഷനുകളൊന്ന് അനലൈസ് ചെയ്ത് ശരി ഉത്തരം മാത്രം കണ്ടെത്തിയാൽ മതി. അപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ കല എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഇതുവരെ ചോദിച്ചുള്ള അത്യാവശ്യം എല്ലാ മുൻവർഷ ചോദ്യങ്ങളും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് സിലബസിൽ നിന്നോട് പഠിക്കേണ്ട ക്യാപ്സ്യൂൾ പോലുള്ള കണ്ടൻറ്റ് നമ്മൾ പഠിച്ച് തീർത്തിട്ടുണ്ടായിരിക്കണം. അത് ഓർത്തിരിക്കുകയും വേണം. എങ്കിൽ മാത്രമേ ഉള്ളൂ പെട്ടെന്ന് നമുക്കിത് ഏത് ശരി ഏത് തെറ്റ് എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ചോദ്യങ്ങൾ ചിലപ്പോൾ ഇതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് പോലെ 3-4 ബുള്ളറ്റ് പോയിന്റുകൾ കൊടുത്തിട്ടും ചോദിക്കും. അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഒറ്റ പോയിന്റ് തന്നിട്ട് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ഇന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് അങ്ങനെ ആ രീതിയിൽ പഴയ പോലുള്ള രീതിയിലും ചോദിക്കും. എങ്ങനെ വന്നാലും നമുക്ക് കണ്ടന്റ് അറിയാമെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഉത്തരം എഴുതാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആ ചോദ്യം ശ്രദ്ധിക്കുക. ഇങ്ങനത്തെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ചെറിയ ടെക്നിക്കൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഒന്ന് ശ്രദ്ധിക്കുക. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഗാനഗന്ധർവൻ എന്ന ഗായകൻ എന്നറിയപ്പെടുന്ന ഗായകൻ യേശുദാസാണ്. അത് അത്യാവശ്യം മലയാളികൾക്കെല്ലാം അറിയാവുന്ന ഒരു പോയിൻ്റാണ്. ശരിയാണെന്ന് ഒറ്റയടിക്ക് തന്നെ നമുക്ക് മനസ്സിലാവും. ശരിയാണെന്ന് ഉറപ്പിക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരുമ്പോൾ തിരുവിതാംകൂർ സഹോദരിമാർ പത്മിനി, ലളിത, രാഗിണി എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. തിരുവിതാംകൂർ സഹോദരിമാരെന്നറിയപ്പെടുന്നത് പത്മിനി, ലളിത, രാഗിണി എന്നിവരാണ്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ബുള്ളറ്റ് പോയിന്റുകൾ പോലെ നമ്മൾ പഠിക്കേണ്ട കലയുമായി ബന്ധപ്പെട്ട ഒരു മുൻവർഷ ചോദ്യമാണ് അത്. മൂന്നാമത്തേത് ജോസഫ് കൈമാപ്പറമ്പൻ കഥാപ്രസംഗം. ശരിയായിട്ടുള്ളതാണ്. ജോസഫ് കൈമാപ്പറമ്പൻ കഥാപ്രസംഗം എന്ന മേഖലയിൽ പ്രശസ്തനായ ഒരു വ്യക്തിയാണ്. അതും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. നാലാമത്തേത് നോക്കുക. കഥാപ്രസംഗത്തിൻ്റെ മുൻഗാമി മുടിയേറ്റ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ മേലാത്ത ഒരാളാണെങ്കിൽ പോലും ഈ കഥാപ്രസംഗം എന്ന് പറയുന്നത് എന്താ പറയുക, കഥയൊക്കെ പറയുന്ന ആ ഒരു രീതിയിലുള്ള ഒരു പരിപാടിയാണ് എന്ന് അറിയാമല്ലോ. അതുപോലെ മുടിയേറ്റ് എന്ന് പറയുന്നത് ഈ അമ്പലങ്ങൾ പോലെയുള്ള ആചാരമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അനുഷ്ഠാന കലയല്ലേ. സോ രണ്ടും അങ്ങ് സിങ്ക് ആകാത്തതുകൊണ്ട് വേണമെങ്കിൽ ആ ഒരു ബേസിക് ഐഡിയ വെച്ച് തന്നെ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. ഇത് മുമ്പ് PSC ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ പഠിച്ചിട്ടുള്ളവർക്കും അത് തെറ്റാണെന്ന് മനസ്സിലാകും. സോ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അങ്ങനെ പെട്ടെന്ന് ഒറ്റയടിക്ക് തന്നെ ഒരു നോട്ടത്തിൽ തന്നെ മനസ്സിലാകുന്ന ഒരാൾക്ക് ഓപ്ഷൻ നോക്കുമ്പോൾ തന്നെ അവിടെ ഓപ്ഷൻ എയിൽ തന്നെ കിടപ്പുണ്ട് 1, 2, 3 ശരിയെന്ന്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരവെന്ന് ഒറ്റയടിക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇനിയിപ്പോൾ ചില ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലെ ഒരു പോയിന്റ് മാത്രം ശരിയായി മനസ്സിലായി എന്ന് വിശ്വസിക്കുക. ഇപ്പോൾ കഥാപ്രസംഗത്തിൻ്റെ മുൻഗാമി മുടിയേറ്റല്ല, അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആണെന്ന് ഒറ്റയടിക്ക് തന്നെ മനസ്സിലായി എന്ന് വിചാരിക്കുക. നിങ്ങൾ വേറെ ഒന്നും നിങ്ങൾക്ക് അറിയത്തില്ല. യേശുദാസിൻ്റെ പരിപാടി ചോദ്യം പോലും നിങ്ങൾക്ക് അറിയത്തില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ നൈസായിട്ട് ആ ഒരു പോയിന്റ് വെച്ച് തന്നെ ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു വഴി അവിടെ കിടപ്പുണ്ടായിരിക്കും, എന്തെങ്കിലും ഒരു ഷോർട്ട് കട്ട്. ഇപ്പോൾ ഇവിടെ തന്നെ അതുണ്ട്. നോക്കുക, ഒന്നാമത്തെ അല്ലാത്ത രണ്ടാമത്തെ ഓപ്ഷൻ നോക്കുമ്പം 4 മാത്രം ശരിയെന്നാണ് കൊടുത്തേക്കുന്നത്. നാലാമത്തെ എന്തായാലും തെറ്റാണെന്നറിയാമല്ലോ. സോ ഓപ്ഷൻ ബി അതല്ല ഉത്തരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മൂന്നാമത്തേലേക്ക് വരുമ്പോൾ 3ഉം 4ഉം ശരി. 4 എന്തായാലും തെറ്റാന്ന് നമുക്കറിയാമല്ലോ. സോ ഓപ്ഷൻ സിയും അല്ല എന്ന് മനസ്സിലാവും. ഡിയിലേക്ക് വരുമ്പോൾ 1ഉം 2ഉം 4 ശരി. അവിടെയും ഉണ്ട് ആ ഒരു സംഭവം 4. സോ ഡിയും അല്ല എന്ന് നമുക്ക് മനസ്സിലാവും. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഓപ്ഷനുകൾ വരും, നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതുകൊണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് കിട്ടും 1ഉം 2ഉം 3ഉം ശരിയാണെന്ന്. മീൻസ് 1ഉം 3ഉം മാത്രമേ ശരിയുള്ളത്. ഓപ്ഷൻ എയിൽ മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരവെന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് കറക്കി കുത്തിയൊക്കെ ചിലപ്പോൾ ഒന്ന് എഴുതാൻ പറ്റും. സിറ്റുവേഷനുകളൊക്കെ വരും. അപ്പോൾ അതൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് ആ രീതി വേണം നിങ്ങൾ ഉത്തരം എഴുതാൻ. പിന്നെ ഞാൻ പറഞ്ഞത് ഇതുപോലുള്ള ബുള്ളറ്റ് പോയിന്റുകൾ പോലെ നമ്മൾ ഓരോ കാര്യങ്ങളും ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ചുള്ള മുൻവർഷ ചോദ്യങ്ങളൊക്കെ വെച്ച് ക്യാപ്സ്യൂൾ പോലെ അങ്ങ് പഠിച്ചിട്ട് പോയാൽ ചിലപ്പം ഇപ്പോൾ 5 മാർക്കിൻ്റെ ഒരു ടോപ്പിക്കാണ്,
അതിനകത്തൊരു 4 മാർക്ക് നമുക്ക് കിട്ടുമായിരിക്കും. പുറത്തുനിന്ന് ചിലപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യം ആരും എഴുതാൻ പോയില്ലെങ്കിലും നമുക്ക് വിഷയമില്ല, നമുക്ക് ക്യാപ്സ്യൂൾ പോലെ ആ ഭാഗത്ത് നിന്ന് മാർക്ക് കിട്ടും. ബാക്കിയുള്ള മാത്സും ഇംഗ്ലീഷും മലയാളമൊക്കെ അത്യാവശ്യം നന്നായിട്ട് എഴുതുന്ന ഒരാളാണെങ്കിൽ അവിടെ സ്കോർ ചെയ്താൽ ഇപ്പുറത്തൊരു ആവറേജ് മാർക്ക് മേടിച്ചാൽ നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നത് ഒരു സർക്കാർ ജോലിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഇനിയുള്ള സമയം കൊണ്ട് സ്മാർട്ട് വർക്ക് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, കലയുമായി ബന്ധപ്പെട്ട മുൻവർഷ ചോദ്യങ്ങളും അതുപോലെ എല്ലാ പ്രധാനപ്പെട്ട പോയിൻറ്റും ഉൾപ്പെട്ട കാര്യങ്ങൾ ഇനി നമ്മൾ അങ്ങോട്ട് പറയുവാണ്. ശ്രദ്ധിച്ച് കേട്ട് റിപ്പീറ്റഡായിട്ട് പഠിച്ചു പോകുക. പിന്നെ ഇതിൻ്റെ എല്ലാം ആ ഒരു കോഴ്സ് വേണ്ടവർ നമ്മുടെ ഹിയർ ദ നോട്ട്സ് എന്ന ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താൽ മതി. ഇതുപോലെ എല്ലാത്തിൻ്റെയും കലയുമായി ബന്ധപ്പെട്ടതും അതുപോലെ ഭരണഘടനയുമായി ബന്ധപ്പെട്ടതും അങ്ങനെ എല്ലാ ടോപ്പിക്കിന് PDF ഒക്കെ ആ കോഴ്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ള വീഡിയോ ക്ലാസ്സും എല്ലാം അതിലുണ്ട്. LDC പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എന്തായാലും അത് യൂസ്ഫുൾ ആകും. പിന്നെ മാത്സ് ഇംഗ്ലീഷ് മലയാളമൊക്കെ കുറച്ചായിട്ട് ഓരോ ദിവസം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇടവിട്ട് ഒക്കെ അങ്ങനെ അതിന് ലിമിറ്റൊന്നും വെച്ചിട്ടില്ല, അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കും ഇനിയുള്ള ദിവസങ്ങൾ. അപ്പോൾ മാത്സും ഇംഗ്ലീഷും മലയാളം ആ രീതി സെറ്റാക്കുക. ബാക്കിയുള്ള ടോപ്പിക്കുകൾ അങ്ങനെയും ഈ രീതിയിൽ പഠിച്ചു പോയാൽ നിങ്ങൾക്ക് പരീക്ഷയെ നല്ല രീതിയിൽ നേരിടാൻ പറ്റുമെന്ന് ഞാൻ ഉറപ്പ് തരുന്നു. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് കല എന്ന ടോപ്പിക്കിലേക്ക് കടക്കാം. കല എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് PSC ഇതുവരെ ചോദിച്ചിട്ടുള്ള എല്ലാ മുൻവർഷ ചോദ്യങ്ങളും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട എല്ലാ പോയിൻറ്സുമാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക, പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. മാന്ത്രികൻ എന്ന നിലയിൽ പ്രസിദ്ധനായ ക്രൈസ്തവ പുരോഹിതനാണ് കടമറ്റത്ത് കത്തനാർ. ഈ കടമറ്റത്ത് കത്തനാരുടെ യഥാർത്ഥ പേരെന്ന് അറിഞ്ഞിരിക്കണം. പൗലോസ് എന്നാണ് കടമറ്റത്ത് കത്തനാരുടെ യഥാർത്ഥ പേര്. ഏത് മേഖലയിലാണ് ജോസഫ് കൈമാപ്പറമ്പൻ പ്രസിദ്ധി നേടിയതെന്ന് ചോദിച്ചാൽ കഥാപ്രസംഗമാണ്. അപ്പോൾ കഥാപ്രസംഗ മേഖലയിലെ ഒരു പ്രസിദ്ധനായിരുന്നു ജോസഫ് കൈമാപ്പറമ്പൻ. കഥാപ്രസംഗത്തിൻ്റെ മുൻഗാമിയായി കണക്കാക്കപ്പെടുന്നത് ഹരികഥയാണ്. കഥാപ്രസംഗത്തിൻ്റെ മുൻഗാമി ഹരികഥ. കേരളത്തിലെ മാജിക്കിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വാഴക്കുന്നം നീലകണ്ഠൻ നമ്പൂതിരിപ്പാടാണ്. കേരളത്തിലെ മാജിക്കിൻ്റെ പിതാവ് വാഴക്കുന്നം നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. തഞ്ചാവൂർ നാൽവർ ഏത് രംഗത്താണ് പ്രസിദ്ധി നേടിയത് എന്ന് ചോദിച്ചാൽ ഉത്തരം സംഗീതമാണ്. തഞ്ചാവൂർ എന്ന് കേൾക്കുമ്പോൾ തന്നെ സംഗീതം കണക്ഷൻ വരുമല്ലോ. തഞ്ചാവൂർ നാൽവർ സംഗീതം രംഗത്താണ്, സംഗീതം എന്ന മേഖലയിലാണ് പ്രസിദ്ധി നേടിയത്. നിരവധി ആട്ടക്കഥകളും കീർത്തനങ്ങളും രചിച്ച കുട്ടിക്കുഞ്ഞു തങ്കച്ചി ആരുടെ മകളാണ് എന്ന് ചോദിച്ചാൽ ഇരയിമ്മൻ തമ്പിയാണ്. ഇരയിമ്മൻ തമ്പിയുടെ മകളാണ് കുട്ടിക്കുഞ്ഞു തങ്കച്ചി ഇരയിമ്മൻ തമ്പിയുടെ മകളാണ്. ഇരയിമ്മൻ തമ്പി ഓമനത്തിങ്ങൾക്കിടാവ് അറിയാലോ. PK കാളൻ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഗദ്ദിക എന്ന കലയുമായി PK കാളൻ ബന്ധപ്പെട്ടിരിക്കുന്നു. പത്മശ്രീക്ക് അർഹനായ ആദ്യ വാദ്യ കലാകാരൻ ആര് എന്ന് ചോദിച്ചാൽ ഉത്തരം PK നാരായണൻ നമ്പ്യാരാണ്. പത്മശ്രീക്ക് അർഹനായ ആദ്യ വാദ്യ കലാകാരൻ PK നാരായണൻ നമ്പ്യാർ. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളിതുപോലെ പോയിൻറ്റ്സ് പഠിച്ചു പോകുമ്പോൾ ഒരു പോയിൻ്റ് ഒരു പ്രാവശ്യം കേൾക്കുമ്പോൾ തന്നെ ആ മൊമെൻറ്റിൽ തന്നെ പഠിക്കുന്ന രീതിയിലേക്ക് നിങ്ങളുടെ പഠന രീതിയെ മാറ്റിയെടുക്കുക. ഓക്കെ, 2ഉം 3ഉം പ്രാവശ്യം റിപ്പീറ്റഡായിട്ട് കേൾക്കണം എന്നുള്ള രീതി പോലും നമ്മൾ വെക്കല്ലോ. ഒറ്റ പ്രാവശ്യം കേൾക്കുമ്പോഴേ പഠിക്കാനുള്ള ആ ഒരു സെറ്റപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ പഠിച്ചാൽ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ പഠിച്ചു തീർക്കാൻ പറ്റും. നമ്മൾ ശ്രമിച്ചാൽ നമ്മുടെ ഒരു മെമ്മറിയൊക്കെ അങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം അങ്ങനെ ഓർത്തോണം. UK കുഞ്ഞിരാമപ്പണിക്കർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടാണ് പ്രസിദ്ധി നേടിയതെന്ന് ചോദിച്ചാൽ തെയ്യമാണ്. തെയ്യം കലാകാരനാണ് UK കുഞ്ഞിരാമപ്പണിക്കർ. സാഹിത്യത്തിൽ തിരുവാതിര പാട്ടുകൾക്ക് സ്ഥാനം നേടിക്കൊടുത്ത മച്ചാട്ടിളയത്തിൻ്റെ ശരിയായ പേരാണ് മച്ചാട്ട് നാരായണൻ ഇളയത്ത്. അപ്പോൾ മച്ചാട്ട് ഇളയത്ത് എന്ന വ്യക്തി, അദ്ദേഹമാണ് സാഹിത്യത്തിൽ തിരുവാതിര പാട്ടുകൾക്കൊരു സ്ഥാനം നേടിക്കൊടുത്തത്. മച്ചാട്ട് ഇളയത്ത്, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് മച്ചാട്ട് നാരായണൻ ഇളയത്ത്. യക്ഷഗാനത്തിൻ്റെ ഉപജ്ഞാതാവായി കണക്കാക്കപ്പെടുന്നത് പാർത്തി സുബ്ബയാണ്. പാർത്തി സുബ്ബ യക്ഷഗാനത്തിൻ്റെ ഉപജ്ഞാതാവ്. മോഹിനിയാട്ടത്തിൻ്റെ വേഷവിധാനം പരിഷ്കരിക്കുന്നതിന് സംഭാവന നൽകിയ നർത്തകിയാണ് കലാമണ്ഡലം കല്യാൺകുട്ടിയമ്മ. മോഹിനിയാട്ടത്തിൻ്റെ വേഷവിധാനം പരിഷ്കരിക്കുന്നതിന് സംഭാവന നൽകിയ നർത്തകിയാണ് കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ. കളരിപ്പയറ്റിലെ ദ്രോണാചാര്യരെന്ന് കോട്ടയ്ക്കൽ കണാരൻ ഗുരുക്കൾ അറിയപ്പെടുന്നു. കളരിപ്പയറ്റിലെ ദ്രോണാചാര്യർ കോട്ടയ്ക്കൽ കണാരൻ ഗുരുക്കൾ. കാക്കാരിശി നാടകത്തിൻ്റെ ജനയിതാവായി കണക്കാക്കപ്പെടുന്നത് കൊല്ലക കേശവപിള്ള ആശാനെയാണ്. കാക്കാരിശി നാടകത്തിൻ്റെ ജനയിതാവായി കണക്കാക്കപ്പെടുന്നത്. ഗാനഗന്ധർവൻ എന്നറിയപ്പെടുന്ന ആരാണ്? യേശുദാസാണ് അല്ലേ, എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. തുകൽ വാദ്യങ്ങളുടെ നിർമ്മാണത്തിന് പ്രസിദ്ധമായ പെരുവെമ്പ പാലക്കാട് ജില്ലയിലാണ്. തുകൽ വാദ്യങ്ങളുടെ നിർമ്മാണത്തിന് പ്രസിദ്ധമായ പെരുവെമ്പ ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ ഉത്തരം പാലക്കാട് ജില്ലയാണ്.
കേരളത്തിലെ നൃത്ത പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാന പ്രമാണമായ ഹസ്തലക്ഷണ ദീപിക എന്ന കൃതി രചിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ഉത്തരം കടത്തനാട്ട് ഉദയവർമ്മ തമ്പുരാനാണ്. കടത്തനാട്ട് ഉദയവർമ്മ തമ്പുരാനാണ് ഹസ്തലക്ഷണ ദീപിക രചിച്ചത്. കേരളത്തിലെ കലാവൈവിധ്യം വിഷയമാക്കി ദി ആർട്സ് ഓഫ് കേരള ക്ഷേത്രം എന്ന കൃതി രചിച്ചത് കപില വാത്സ്യായനനാണ്. ദ ആർട്സ് ഓഫ് കേരള ക്ഷേത്രം എന്ന കൃതി കപില വാത്സ്യായനൻ്റെ ആണ് എന്ന് ഓർത്തിരിക്കുക. തിരുവിതാംകൂർ സഹോദരിമാർ എന്നറിയപ്പെടുന്നത് പത്മിനി, ലളിത, രാഗിണി. പത്മിനി, ലളിത, രാഗിണി ഇവരാണ് തിരുവിതാംകൂർ സഹോദരിമാർ. കലാമണ്ഡലത്തിൽ കഥകളി പഠിക്കാൻ ചേർന്ന ആദ്യ മുസ്ലിം പെൺകുട്ടി അവരുടെ പേര് സാബ്രി എന്നാണെന്ന് ഓർത്തിരിക്കുക. കലാമണ്ഡലത്തിൽ കഥകളി പഠിക്കാൻ ചേർന്ന ആദ്യ മുസ്ലിം പെൺകുട്ടി സാബ്രിയാണ്. അനുഷ്ഠാന കലാരൂപമായ കുത്തിയോട്ടം പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം. അർജുന നൃത്തം പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം കോട്ടയമാണ്. കേരളത്തിലെ ഏത് ജില്ലയിലാണ് അർജുന നൃത്തം പ്രചാരത്തിലുള്ളത് എന്ന് ചോദിച്ചാൽ ഉത്തരം കോട്ടയമാണ്. അലാമിക്കളി ഏത് ജില്ലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം കാസർഗോഡ്. അലാമിക്കളി കാസർഗോഡ്. രാമനാട്ടം എന്ന പ്രാചീന കലാരൂപത്തിൻ്റെ ഈറ്റില്ലം കൊട്ടാരക്കരയാണ്. കാക്കാരിശി നാടകം പ്രചാരത്തിലുള്ള ജില്ല തിരുവനന്തപുരമാണ്. കാളിയൂട്ട് എന്ന അനുഷ്ഠാന കലാരൂപം പ്രചാരത്തിലുള്ള ജില്ല തിരുവനന്തപുരമാണ്. കടമ്മനിട്ട, ഓതറ, നീലംപേരൂർ എന്നിവ ഏതിനാണ് പ്രസിദ്ധമെന്ന് ചോദിച്ചാൽ പടയണിക്കാണ് എന്ന് ഓർത്തിരിക്കുക. കോതമൂരിയാട്ടം കണ്ണൂരാണ് പ്രചാരത്തിലുള്ളത്. രേവതി പട്ടദാനത്തിൻ്റെ വേദി കോഴിക്കോട് തളൈക്ഷേത്രമാണ്. രേവതി പട്ടദാനത്തിൻ്റെ വേദി കോഴിക്കോട് തളൈക്ഷേത്രം. പാശ്ചാത്യവും പൗരസ്ത്യവുമായ നാടക സങ്കേതങ്ങളുടെ സങ്കലനത്തിൽ നിന്ന് രൂപമെടുത്ത സംഗീത നൃത്ത നാടകമാണ് ചവിട്ട് നാടകം. മരപ്പലകകൾ ഉപയോഗിച്ച് നിർമ്മിച്ച വേദിയിൽ അവതരിപ്പിക്കുന്ന കലാരൂപമാണ് ഈ ഒരു ചവിട്ട് നാടകം. പാശ്ചാത്യവും പൗരസ്ത്യവുമായ നാടക സങ്കേതങ്ങളുടെ സങ്കലനത്തിൽ നിന്ന് രൂപമെടുത്ത ഒരു സംഗീത നൃത്ത നാടകമാണ് ചവിട്ട് നാടകം. മരപ്പലകകൾ ഉപയോഗിച്ച് നിർമ്മിച്ച വേദിയിൽ അവതരിപ്പിക്കുന്ന കലാരൂപമാണ് ഈ ഒരു ചവിട്ട് നാടകമെന്ന് ഓർത്തിരിക്കുക. ചവിട്ട് നാടകത്തിൻ്റെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്നത് ചിന്നത്തമ്പി അണ്ണാവിയാണ്. ചവിട്ട് നാടകത്തിലെ കളിയാശൻ എന്നറിയപ്പെടുന്ന പേര് അണ്ണാവി. അപ്പോൾ ചവിട്ട് നാടകത്തിൻ്റെ ഉപജ്ഞാതാവ് ചിന്നത്തമ്പി അണ്ണാവി. ചവിട്ട് നാടകത്തിലെ കളിയാശൻ അറിയപ്പെടുന്ന പേരാണ്. ചവിട്ട് നാടകത്തിലെ കളിയാശൻ അറിയപ്പെടുന്ന പേര് അണ്ണാവി എന്നാണ്. കേരളത്തിലെ ഏത് ക്രൈസ്തവ വിഭാഗക്കാരുടെ ഇടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന കലാരൂപമാണ് ചവിട്ട് നാടകം എന്ന് ചോദിച്ചാൽ ഉത്തരം ലത്തീൻ കത്തോലിക്കരുടെയാണ്. ലത്തീൻ കത്തോലിക്കരുടെ ഇടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന കലാരൂപമാണ് ചവിട്ട് നാടകം. തമിഴ് കലർന്ന ഭാഷ ഉപയോഗിക്കുന്ന കേരളീയ കലാരൂപമാണ് ചവിട്ട് നാടകം. ആദ്യത്തെ ചവിട്ട് നാടകം എന്ന് കരുതപ്പെടുന്നത് കാറൽമാൻ ചരിതമാണ് ആദ്യത്തെ ചവിട്ട് നാടകം എന്ന് കരുതപ്പെടുന്നത്. ഫ്രഞ്ച് പദമായ ഷാർലിമെയിൻ എന്ന പദത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ഷാർലിമെയിൻ. കാറൽമാൻ ചരിതം രചിച്ചത് വറീച്ചന നാവിയാണ് കാറൽമാൻ ചരിതം രചിച്ചത്. പോർച്ചുഗീസുകാരുടെ സ്വാധീന ഫലമായി രൂപം കൊണ്ടതിനാൽ പറങ്കി നാടകം എന്നും അറിയപ്പെടുന്ന കലാരൂപം ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം ചവിട്ട് നാടകമാണ്. പോർച്ചുഗീസുകാരുടെ സ്വാധീന ഫലമായി രൂപം കൊണ്ടതിനാൽ പറങ്കി നാടകം എന്നറിയപ്പെടുന്ന കലാരൂപമാണ് ചവിട്ട് നാടകം. പോർച്ചുഗീസുകാർ കേരളത്തിന് നൽകിയ ഏറ്റവും മഹത്തായ സാംസ്കാരിക സംഭാവന ഏത് എന്ന് ചോദിക്കാം ഉത്തരം ചവിട്ട് നാടകമാണ്. പോർച്ചുഗീസുകാർ കേരളത്തിന് നൽകിയ ഏറ്റവും മഹത്തായ സാംസ്കാരിക സംഭാവനയാണ് ചവിട്ട് നാടകം. കഥകളിയിൽ നിന്ന് രൂപം കൊണ്ട കലാരൂപമാണ് കേരള നടനം. കഥകളിയിൽ നിന്ന് രൂപം കൊണ്ടതാണ് കേരള നടനം. ഗുരു ഗോപിനാഥിൻ്റെ യഥാർത്ഥ പേര് ചമ്പക്കുളം ഗോപിനാഥ പിള്ള എന്നാണ്. ഗുരു ഗോപിനാഥിൻ്റെ യഥാർത്ഥ പേര് ചമ്പക്കുളം ഗോപിനാഥ പിള്ള. ചെന്നൈയിൽ നടന നികേതൻ സ്ഥാപിച്ചത് ഈ ഗുരു ഗോപിനാഥാണ്. ഹൈന്ദവ പുരാണ ഇതിഹാസങ്ങൾക്ക് പുറമെ ക്രിസ്തീയവും ഇസ്ലാമികവുമായ വിഷയങ്ങളും വഴങ്ങുന്ന കേരളീയ നൃത്തരൂപമാണ് കേരള നടനം. ഓർത്തോളുക, ഹൈന്ദവ പുരാണ ഇതിഹാസങ്ങൾക്ക് പുറമെ ക്രിസ്തീയവും ഇസ്ലാമികവുമായ വിഷയങ്ങളും വഴങ്ങുന്ന കേരളത്തിലെ ഒരു നൃത്തരൂപമാണ് കേരള നടനം. കേരള നടനത്തിന് ഉപജ്ഞാതാവ് ആര് എന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഗുരു ഗോപിനാഥാണെന്ന് ഓർത്തിരിക്കുക. ചെന്നൈയിൽ നടനനികേതൻ സ്ഥാപിച്ച ഗുരു ഗോപിനാഥാണ് കേരള നടനത്തിൻ്റെ ഉപജ്ഞാതാവ്. ഏത് പേരിലാണ് കേരള നടനത്തിൻ്റെ വളർച്ചയെ സഹായിച്ച ഇസ്തർ ഷെർമാൻ പ്രസിദ്ധയായത് എന്ന് ചോദിച്ചാൽ രാഗിണി ദേവി എന്ന പേരിൽ.
കേരള നടനത്തിൻ്റെ വളർച്ചയെ സഹായിച്ച ഇസ്തർ ഷെർമാൻ രാഗിണി ദേവി എന്ന പേരിൽ പ്രശസ്തയാണ് എന്ന് അറിഞ്ഞിരിക്കുക. കേരള നടനം തുടക്കത്തിൽ അറിയപ്പെട്ട പേര് കഥകളി നടനമാണ് എന്നും കഥകളി നടനം എന്നാണെന്നും ഓർത്തിരിക്കുക. ഓക്കെ. 1987 ഒക്ടോബർ 9 എറണാകുളത്ത് നടന്ന ഭാരത കലോത്സവത്തിൽ രാമായണം ബാലയിൽ ദശരഥനായി അഭിനയിക്കെ അരങ്ങിൽ വെച്ച് അന്തരിച്ച നൃത്താചാര്യനാണ് ഗുരു ഗോപിനാഥ്. അപ്പോൾ 1987 ഒക്ടോബർ 9 എറണാകുളത്ത് നടന്ന ഭാരത കലോത്സവത്തിൽ രാമായണം ബാലയിൽ ദശരഥനായി അഭിനയിക്കെ അരങ്ങിൽ വെച്ച് അന്തരിച്ച നൃത്ത ആചാര്യൻ ആരെന്ന് ചോദിച്ചാൽ ഉത്തരം ഗുരു ഗോപിനാഥാണ്. ജനകീയമാക്കിയ കഥകളി എന്നറിയപ്പെടുന്ന നൃത്തരൂപമാണ് കേരള നടനം. കേരള നടനത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായകമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച അമേരിക്കൻ നർത്തകിയാണ് ഇസ്തർ ഷെർമാൻ. സ്ത്രീകൾ മാത്രം പങ്കെടുക്കുന്ന ഒരു നൃത്തമാണ് മോഹിനിയാട്ടം. ഇപ്പോൾ ആ ഒരു പോയിന്റ് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ എല്ലാവരും എല്ലാ നൃത്തവും കളിക്കുമല്ലോ. എന്നാലും മോഹിനിയാട്ടത്തിൽ പൊതുവെ സ്ത്രീകളെന്നാണ് പറയപ്പെടുന്നത്. മോഹിനിയാട്ടത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് കല്യാണിക്കുട്ടിയമ്മയാണ്. മോഹിനിയാട്ടത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് കല്യാണിക്കുട്ടിയമ്മയാണ്. മോഹിനിയാട്ടത്തെക്കുറിച്ച് പരാമർശമുള്ള തുള്ളൽപ്പാട്ടായ ഘോഷയാത്ര രചിച്ചത് കുഞ്ചൻ നമ്പ്യാരാണ്. മോഹിനിയാട്ടത്തെക്കുറിച്ച് പരാമർശമുള്ള തുള്ളൽപ്പാട്ടായ ഘോഷയാത്ര രചിച്ചത് കുഞ്ചൻ നമ്പ്യാരാണ്. മോഹിനിയാട്ടത്തെക്കുറിച്ച് രേഖാമൂലമായ ആദ്യ പരാമർശം കാണുന്ന കൃതിയായ വ്യവഹാരമാല രചിച്ചത് മഴമംഗലം നാരായണൻ നമ്പൂതിരിയാണ്. അപ്പോൾ ഈ ഒരു വ്യവഹാരമാല മോഹിനിയാട്ടവുമായി ബന്ധപ്പെട്ടതാണ്. മോഹിനിയാട്ടത്തെക്കുറിച്ച് രേഖാമൂലമായ ആദ്യ പരാമർശം കാണുന്ന കൃതിയായ വ്യവഹാരമാല രചിച്ചതാര് എന്ന് ചോദിച്ചാൽ മഴമംഗലം നാരായണൻ നമ്പൂതിരി. കേരളത്തിലെ ഏക ശാസ്ത്രീയ സ്ത്രീ നൃത്തകലയാണ് മോഹിനിയാട്ടം. കേരളത്തിലെ തനത് ലാസ്യ നൃത്ത കലാരൂപം ഏത് എന്ന് ചോദിച്ചാലും ഉത്തരം മോഹിനിയാട്ടമാണ്. കലാമണ്ഡലത്തിലെ ആദ്യത്തെ മോഹിനിയാട്ടം വിദ്യാർത്ഥിനിയായിരുന്നു മുളയ്ക്കൽ തങ്കമണി. സ്വാതി തിരുനാളിൻ്റെ കാലത്ത് പുത്തൻ ഉണർവുണ്ടായ മോഹിനിയാട്ടത്തിന് അധപ്പതനം സംഭവിച്ചത് ഏത് തിരുവിതാംകൂർ രാജാവിൻ്റെ കാലത്താണെന്ന് ചോദിച്ചാൽ ഉത്രം തിരുനാളിൻ്റെ കാലത്താണ്. സ്വാതി തിരുനാളിൻ്റെ കാലത്ത് പുത്തൻ ഉണർവുണ്ടായ മോഹിനിയാട്ടത്തിൻ്റെ അധപ്പതനം സംഭവിച്ചത് ഉത്രം തിരുനാളിൻ്റെ കാലത്താണ്. മോഹിനിയാട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആവിഷ്കരിക്കപ്പെടുന്ന രസം ശൃംഗാരമാണ്. മോഹിനിയാട്ടത്തിൻ്റെ വേഷവിധാനത്തിൽ പരിഷ്കാരങ്ങൾ വരുത്തിയ തിരുവിതാംകൂർ രാജാവ് സ്വാതി തിരുനാളാണ്. തേരണ യുദ്ധം എന്നറിയപ്പെടുന്ന കലാരൂപമാണ് കൂടിയാട്ടം. കൂടിയാട്ടത്തിൻ്റെ മറ്റൊരു പേരാണ് തേരണ യുദ്ധം. ആരുടെ ജീവചരിത്രമാണ് മാണി മാധവീയം എന്ന് ചോദിച്ചാൽ ഗുരു മാണി മാധവ ചാക്യാരുടെ ജീവചരിത്രമാണ്. കൂടിയാട്ടത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണമാണ് മിഴാവ്. കൂടിയാട്ടത്തിൻ്റെ കുലപതി എന്നറിയപ്പെടുന്നത് അമ്മന്നൂർ മാധവ ചാക്യാരാണ്. ഈ ഗുരുമാണി മാധവ ചാക്യാർ. കൂടിയാട്ടത്തിൻ്റെ കുലപതി അമ്മന്നൂർ മാധവ ചാക്യാർ. കൂടിയാട്ടത്തെക്കുറിച്ച് നാട്യകൽപദ്രുമം എന്ന കൃതി രചിച്ചത് ഗുരുമാണി മാധവ ചാക്യാരാണ്. കൂടിയാട്ടം പൂർണ്ണ രൂപത്തിൽ അവതരിപ്പിക്കാൻ എത്ര ദിവസമാണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ 41 ദിവസമാണ് എന്ന് ഓർത്തിരിക്കുക. കഥകളിക്ക് കണ്ണുകൾ നൽകിയ കലാകാരൻ എന്നറിയപ്പെടുന്നത് ഗുരുമാണി മാധവ ചാക്യാരാണ്. കഥകളിക്ക് കണ്ണുകൾ നൽകിയ കലാകാരൻ എന്ന് ഗുരുമാണി മാധവ ചാക്യാർ, അമ്മന്നൂർ മാധവ ചാക്യാർ അറിയപ്പെടുന്നു. കൈമുദ്രകൾക്ക് കൂടിയാട്ട കലാകാരന്മാർ അവലംബിക്കുന്ന ഗ്രന്ഥമാണ് ഹസ്തലക്ഷണ ദീപിക. പതിഞ്ഞാട്ടം, ഇരുന്നാട്ടം, ഇളകിയാട്ടം എന്നിവ ഏതു കലാരൂപത്തിൻ്റെ അഭിനയ പ്രകാരങ്ങളാണ് എന്ന് ചോദിച്ചാൽ കൂടിയാട്ടമാണ്. കൂടിയാട്ടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പതിഞ്ഞാട്ടം, ഇരുന്നാട്ടം, ഇളകിയാട്ടം. കൂടിയാട്ടത്തിൽ മലയാളത്തിൽ സംസാരിക്കാൻ അവകാശമുള്ള ഏക കഥാപാത്രമാണ് വിദൂഷകൻ. ചാക്യാർ കൂത്തുമായി 1-2 പോയിൻറ്റ്സ് ഇതിനിടയ്ക്ക് പറയുന്നുണ്ട്. സമകാലിക പ്രശ്നങ്ങളെ ഭരണാധികാരികളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിന് ഉപകരിച്ചിരുന്ന ഒരു കലാരൂപമാണ് ഈ ചാക്യാർകൂത്ത്. ചാക്യാർകൂത്തിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ മിഴാവും ഇലത്താളവുമാണ്. ചാക്യാർകൂത്തിലെ ജീവനായ രസം ഏത് എന്ന് ചോദിച്ചാൽ ഹാസ്യമാണ്. ഹാസ്യരൂപേണയല്ലേ ചാക്യാർകൂത്ത് അവതരിപ്പിക്കുന്നത്. അതുപോലെ പൈങ്കുളം രാമൻ ചാക്യാരുമായി ബന്ധപ്പെട്ട കലാരൂപം ഏതെന്ന് ചോദിച്ചാലും ഉത്തരം ചാക്യാർകൂത്താണ്. പൈങ്കുളം രാമൻ ചാക്യാർകൂത്തുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. അരങ്ങ് വിധാനം, ഗോഷ്ഠി കാട്ടുക, അക്കിത്ത ചൊല്ലൽ, അരങ്ങു തളിക്കൽ എന്നിവ കൂടിയാട്ടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കൂടിയാട്ടത്തിൻ്റെ പോയിൻറ്റ്സിൻ്റെ കണ്ടിന്യൂഷനാണ്. അരങ്ങ് വിധാനം, ഗോഷ്ഠി കാട്ടുക, അക്കിത്ത ചൊല്ലൽ, അരങ്ങു തളിക്കൽ എന്നിവ കൂടിയാട്ടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു.
മാർഗംകളി ഏത് മതവുമായി ബന്ധപ്പെട്ട കലാരൂപമാണ്? ഉത്തരം ക്രിസ്തു മതമാണ്. മാർഗംകളിയിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം 12. മാർഗംകളിയുടെ ഗാനവിഭാഗമാണ് മാർഗംകളിപ്പാട്ട്. ഏത് ക്രൈസ്തവ വിഭാഗത്തിൻ്റെ അനുഷ്ഠാന കലാരൂപമാണ് മാർഗംകളി എന്ന് ചോദിച്ചാൽ സുറിയാനി വിഭാഗത്തിൻ്റെ. കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന രാഗങ്ങളുടെ എണ്ണം 24. കൂടിയാട്ടത്തിലെ സ്ത്രീവേഷങ്ങൾ സംസാരിക്കുന്ന ഭാഷ പ്രാകൃത ഭാഷയാണ്. കൂടിയാട്ടം പരമ്പരാഗതമായി അവതരിപ്പിക്കുന്ന രംഗവേദി അറിയപ്പെടുന്ന പേര് കൂത്തമ്പലം എന്നാണ്. കഥകളിയിലെ കേളികൊട്ടിന് സമാനമായ കൂടിയാട്ടത്തിലെ ചടങ്ങാണ് മിഴാവ് ഒച്ചപ്പെടുത്തൽ. കഥകളിയിലെ കേളികൊട്ടിന് സമാനമായ കൂടിയാട്ടത്തിലെ ചടങ്ങാണ് മിഴാവ് ഒച്ചപ്പെടുത്തൽ. സെൻറ് തോമസിൻ്റെ ഇന്ത്യയിലേക്കുള്ള വരവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളും ഇതിവൃത്തമായ കലാരൂപമാണ് മാർഗംകളി. സെൻറ് തോമസിൻ്റെ ഇന്ത്യയിലേക്കുള്ള വരവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളും ഇതിവൃത്തമായ കലാരൂപമാണ് മാർഗംകളി. പടയണിയുടെ ഇതിവൃത്തം കാളി ദാരിക യുദ്ധമാണ്. പടയണിയുടെ ഇതിവൃത്തം കാളി ദാരിക യുദ്ധം. മധ്യ തിരുവിതാംകൂറിലെ ദേവീക്ഷേത്രങ്ങളിൽ നടത്തുന്ന സംഘടിത കോലം തുള്ളലാണ് പടയണി. ഏതു കലാരൂപം അരങ്ങേറുന്നുവെന്ന് അറിയിക്കാനുള്ള വാദ്യമേളകളാണ് കാച്ചിക്കെട്ട് എന്ന് ചോദിച്ചാൽ പടയണിയാണ്. പടയണി അരങ്ങേറുന്നുവെന്ന് അറിയിക്കാനുള്ള വാദ്യമേളമാണ് കാച്ചിക്കെട്ട്. കഥകളിയോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന കലാരൂപമാണ് കൂടിയാട്ടം. മാനവ സമുദായത്തിൻ്റെ മഹത്തായ പാരമ്പര്യ കലയെന്ന് യുനെസ്കോ വിശേഷിപ്പിച്ച കലാരൂപമാണ് കൂടിയാട്ടം. മണിപ്രവാളം അതിൻ്റെ ഉത്ഭവത്തിന് കടപ്പെട്ടിരിക്കുന്ന കലാരൂപം ഏതെന്ന് ചോദിച്ചാലും ഉത്തരം കൂടിയാട്ടമാണ്. ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ നൃത്തരൂപമാണ് കൂടിയാട്ടം. കേരള നടനവുമായി ബന്ധപ്പെട്ട നടന കൈരളി എന്ന പുസ്തകം രചിച്ചത് ഗുരു ഗോപിനാഥാണ്. നടന കൈരളി ഗുരു ഗോപിനാഥിൻ്റെ പുസ്തകമാണ്. അഭിനയത്തിൻ്റെ അമ്മ എന്നറിയപ്പെടുന്ന കലാരൂപം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം കൂടിയാട്ടമാണ്. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള കലാരൂപമായി കണക്കാക്കപ്പെടുന്നതും കൂടിയാട്ടത്തെയാണ്. ചൂട്ടുവെപ്പ് എന്നറിയപ്പെടുന്ന ചടങ്ങോടുകൂടി ആരംഭിക്കുന്ന അനുഷ്ഠാന നൃത്തരൂപമാണ് പടയണി. പടയണിയിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ തപ്പും ചെണ്ടയുമാണ്. നീലമ്പേരൂർ പടയണി നടക്കുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. പടയണി ആർട്ട് മ്യൂസിയം കടമ്മനിട്ടയിലാണ്. പടയണിയിലെ പ്രധാന വാദ്യോപകരണമാണ് തപ്പ്. എത്ര ദിവസമാണ് നീലമ്പേരൂർ പടയണി നീണ്ടു നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരം 16 എന്ന് ഓർത്തിരിക്കുക. കടമ്മനിട്ട വലിയ പടയണിയാണ് ഏറ്റവും പ്രസിദ്ധമായ പടയണി. കടമ്മനിട്ട വലിയ പടയണി. അതുപോലെ ഏത് മാസത്തിലാണ് നീലമ്പേരൂർ പടയണി നടക്കുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരം പൂരം നാളിൽ, ചിങ്ങമാസത്തിലെ പൂരം നാളിലാണ് നീലമ്പേരൂർ പടയണി നടക്കുന്നത്. ചിങ്ങമാസത്തിലെ പൂരം നാളിലാണ് നീലമ്പേരൂർ പടയണി നടക്കുന്നതെന്ന് അറിഞ്ഞിരിക്കുക. കെട്ടുകാഴ്ചകൾക്ക് പ്രാധാന്യമുള്ള പടയണിയാണ് ഈ നീലമ്പേരൂർ പടയണി. ഭൈരവി കോലം ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം പടയണിയാണ്. ചേരമാൻ പെരുമാളിൻ്റെ വരവുമായി ബന്ധമുണ്ടെന്ന് വിശ്വസിക്കുന്ന പടയണിയാണ് നീലമ്പേരൂർ പടയണി. പുരുഷന്മാർ മാത്രം കൈകാര്യം ചെയ്യുന്ന കേരളീയ വാദ്യസംഗീതമാണ് സോപാന സംഗീതം. സോപാന സംഗീതത്തിൻ്റെ മറ്റൊരു പേരാണ് കൊട്ടിപ്പാടി സേവ. ഏത് കലാരൂപത്തിൻ്റെ 2 കൈവഴികളാണ് കൊട്ടിപ്പാടി സേവയും രംഗസോപാനവും എന്ന് ചോദിച്ചാൽ സോപാന സംഗീതം. അപ്പം രംഗസോപാനവും കൊട്ടിപ്പാടി കൈവഴിയും കൊട്ടിപ്പാടി സേവയും രംഗസോപാനവും സോപാന സംഗീതത്തിൻ്റെ 2 കൈവഴികളാണ് എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ. ഞെരളത്ത് രാമപ്പൊതുവാൾ സോപാന സംഗീതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കേരളത്തിൻ്റെ തനത് സംഗീതമായി അറിയപ്പെടുന്നത് സോപാന സംഗീതമാണ്. സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന സംഗീതോപകരണമാണ് ഇടയ്ക്ക. ഏതു കലാരൂപത്തെയാണ് വള്ളത്തോൾ നാരായണ മേനോൻ പുനരുദ്ധരിച്ചത് എന്ന് ചോദിച്ചാൽ ഉത്തരം കഥകളിയാണ്. സോപാന സംഗീതത്തിന് ചിട്ടയായുള്ള രൂപഘടന നൽകിയത് പുതുശ്ശേരി രാഘവക്കുറുപ്പാണ്. ജനഹിത സോപാനം എന്ന സോപാന സംഗീതത്തിൻ്റെ ജനകീയമായ രൂപം ആവിഷ്കരിച്ചത് ഞെരളത്ത് രാമപൊതുവാളൻ. ജനഹിത സോപാനം ആവിഷ്കരിച്ചത് ഞെരളത്ത് രാമപൊതുവാൾ. സോപാന സംഗീതം ആധികാരികമായി പഠിപ്പിക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള സ്ഥാപനമാണ് ക്ഷേത്ര കലാപീഠം. ഓർത്തിരിക്കുക. പാവങ്ങളുടെ കഥകളി എന്നാണ് തുള്ളൽ അറിയപ്പെടുന്നത്. പാവങ്ങളുടെ കഥകളി എന്നറിയപ്പെടുന്ന കലാരൂപം തുള്ളലാണ്. അതുപോലെ തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാരാണ്. കൈരളിയുടെ പൊട്ടിച്ചിരി എന്നറിയപ്പെടുന്നതും തുള്ളലാണ്. തുള്ളലിൻ്റെ 3 വകഭേദങ്ങളാണ് പറയൻ, ഓട്ടൻ, ശീതങ്കൻ. പറയൻ തുള്ളൽ, ഓട്ടൻ തുള്ളൽ, ശീതങ്കൻ തുള്ളൽ. കേരളത്തിൽ ആദ്യമായി തുള്ളൽ അരങ്ങേറിയത് അമ്പലപ്പുഴയിലാണ്.
ലാസ്യാംശത്തിന് പ്രാധാന്യമുള്ള തുള്ളലാണ് ശീതങ്കൻ തുള്ളൽ. ഏതിന് പകരമായിട്ടാണ് കുഞ്ചൻ നമ്പ്യാർ തുള്ളൽ അവതരിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ ചാക്യാർ കൂത്തിന് പകരമായിട്ടാണ്. ഓട്ടംതുള്ളലിലെ നർത്തകൻ പാടുന്ന പാട്ടുകൾ ഏറ്റുപാടുന്നയാൾ ശിങ്കിടി എന്നറിയപ്പെടുന്നു. ഓട്ടംതുള്ളലിലെ നർത്തകൻ പാടുന്ന പാട്ടുകൾ ഏറ്റുപാടുന്നയാൾ ശിങ്കിടി എന്ന് അറിയപ്പെടുന്നു. കുഞ്ചൻ നമ്പ്യാർ ആദ്യം അവതരിപ്പിച്ചത് ശീതങ്കം തുള്ളലായിരുന്നു. കുഞ്ചൻ നമ്പ്യാരുടെ മിഴാവ് സൂക്ഷിച്ചിരിക്കുന്ന ക്ഷേത്രമാണ് അമ്പലപ്പുഴ ക്ഷേത്രം. ഗണപതി താളം, ചെമ്പട താളം എന്നിവ ഓട്ടംതുള്ളലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓട്ടംതുള്ളൽ സംഗീതത്തിൽ പൊതുവെ ഉപയോഗിച്ച് വരുന്ന നൃത്തമാണ് തരങ്കിണി. പറയംതുള്ളലിൽ പൊതുവെ ഉപയോഗിച്ച് വരുന്ന വൃത്തമാണ് നൃത്തം ഞാൻ പറഞ്ഞു വൃത്തമാണ്. പറയംതുള്ളലിൽ ഉപയോഗിച്ച് വരുന്ന വൃത്തം മല്ലികയാണ്. ഓട്ടംതുള്ളലിൽ തരങ്കിണിയാണ്. കേരള കലാമണ്ഡലത്തിൽ നിന്ന് തുള്ളൽ പഠിച്ചിറങ്ങിയ ആദ്യ വനിത കലാമണ്ഡലം ദേവകിയാണ്. ഓട്ടൻതുള്ളലിൻ്റെ ജീവനായ രസമാണ് ഹാസ്യം. തുള്ളൽ പ്രസ്ഥാനത്തിലെ ആദ്യ കൃതിയാണ് കല്യാണ സൗഗന്ധികം. തുള്ളലിൽ ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണം മിഴാവാണ്. 4 വിധം അഭിനയ രീതികളാണ് ആംഗികം, സാത്വികം, ആഹാര്യം, വാചികം. കഥകളി നടന്മാർ കാലിൽ അണിയുന്ന ആഭരണത്തിൻ്റെ പേരാണ് കച്ചമണി. കഥകളിയിലില്ലാത്ത അഭിനയ രീതിയാണ് വാചികം. കഥകളിയിലെ പ്രധാന വാദ്യോപകരണങ്ങളാണ് ചെണ്ട, ചേങ്ങില, ശുദ്ധമദ്ദളം, ഇടയ്ക്ക, ശംഖ്. 1943 കൊൽക്കത്തയിൽ ദുശാസനവധം കഥകളിയിൽ ഭീമസേനനെ അവതരിപ്പിക്കവേ അരങ്ങിൽ തളർന്നു വീണ് മരിച്ച കഥകളി ആചാര്യനാണ് തോട്ടം ശങ്കരൻ നമ്പൂതിരി. 1943 കൊൽക്കത്തയിൽ ദുശാസനവധം കഥകളിയിൽ ഭീമസേനനെ അവതരിപ്പിക്കവേ അരങ്ങിൽ തളർന്നു വീണ് മരിച്ച കഥകളി ആചാര്യൻ ആര് എന്ന് ചോദിച്ചാൽ ഉത്തരം തോട്ടം ശങ്കരൻ നമ്പൂതിരിയാണ് എന്ന് ഓർത്തിരിക്കുക. മുടിയേറ്റുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റുകൾ ഈ കൂട്ടത്തിൽ പറയുവാണ്. കാളി ദാരിക സംഘർഷം മുഖ്യപ്രമേയമായ കലാരൂപമാണ് മുടിയേറ്റ്. കാളി നാടകം എന്ന പേരിലും അറിയപ്പെടുന്ന കലാരൂപം മുടിയേറ്റാണ്. വേഷവിധാനത്തിന് കഥകളി ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന കലാരൂപം മുടിയേറ്റാണ്. മുടിയേറ്റ്, തെയ്യം, തീയാട്ട് എന്നിവയുമായി ബന്ധമുള്ള ആരാധനാ മൂർത്തികളാണ് ഭദ്രകാളിയും അയ്യപ്പനും. മുടിയേറ്റ്, തെയ്യം, അതുപോലെ തീയാട്ട് എന്നിവയുമായി ബന്ധമുള്ള ആരാധനാമൂർത്തികളാണ് ഭദ്രകാളിയും അയ്യപ്പനും. മുടിയേറ്റിലെ പാട്ടുകൾ ആലപിക്കുന്നത് സോപാന സംഗീത ശൈലിയിലാണെന്നും ഓർത്തിരിക്കുക. കഥകളിയിലെ പ്രധാന വേഷങ്ങളാണ് പച്ച, കത്തി, കരി, താടി, മിനുക്ക്. പച്ച, കത്തി, കരി, താടി, മിനുക്ക് എന്നിവ കഥകളിയിലെ പ്രധാന വേഷങ്ങളാണ്. കഥകളിയിലെ കല്ലുവഴി ചിട്ടയുടെ ജന്മഗൃഹമായി കണക്കാക്കപ്പെടുന്ന മന വെള്ളി നേഴി മനയാണ്. വെള്ളി നേഴി മനയാണ് കഥകളിയിലെ കല്ലുവഴി ചിട്ടയുടെ ജന്മഗൃഹമായി കണക്കാക്കപ്പെടുന്ന മന, വെള്ളി നേഴി മന. ചേർത്തല തങ്കപ്പ പണിക്കർ കഥകളി സംഗീതജ്ഞൻ എന്ന നിലയിൽ പ്രശസ്തനാണ്. സാത്വിക ഗുണങ്ങളുള്ള കഥാപാത്രങ്ങൾക്കുള്ള കഥകളിയിലെ വേഷം പച്ചയാണ്. ദുഷ്ടകഥാപാത്രങ്ങൾക്കുള്ള കഥകളിയിലെ വേഷം കറുത്ത താടിയാണ് എന്നൊക്കെ ഓർത്തിരിക്കുക. പൂതന കൃഷ്ണൻ എന്നറിയപ്പെട്ട കഥകളി ആചാര്യനാണ് കലാമണ്ഡലം കൃഷ്ണൻ നായർ. പൂതനാകൃഷ്ണൻ, കലാമണ്ഡലം കൃഷ്ണൻ നായർ. ആട്ടപ്രകാരം, ക്രമദീപിക എന്നിവയുടെ കർത്താവാണ് തോലൻ. ആട്ടപ്രകാരം, ക്രമദീപിക എന്നിവയുടെ കർത്താവെന്ന് കരുതപ്പെടുന്നത് തോലനെയാണ്. അതുപോലെ ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി രൂപം കൊണ്ടതെന്ന് ചോദിച്ചാൽ രാമനാട്ടത്തിൽ നിന്നാണെന്ന് ഓർത്തിരിക്കുക. കഥകളിയിൽ പിന്നണി ഗായകർ പാടുന്നതിനനുസരിച്ച് നടൻ അഭിനയിക്കുന്ന രീതിക്ക് തുടക്കമിട്ടത് വെട്ടത്തു നാടൻ സമ്പ്രദായമാണ്. വെട്ടത്തു നാടൻ സമ്പ്രദായത്തിലാണ് കഥകളിയിൽ പിന്നണി ഗായകർ പാടുന്നതിനനുസരിച്ച് അഭിനയിക്കുന്ന രീതിക്ക് തുടക്കമിട്ടത്. കഥകളിയിൽ വേഷമണിയിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേര് ചുട്ടികുത്തൽ എന്നാണ്. കഥകളിയിലെ വെട്ടത്തുനാടൻ സമ്പ്രദായത്തിൽ ഉപയോഗിക്കുന്ന വേഷവിധാനങ്ങൾക്ക് ഏത് രാജ്യത്തെ പരമ്പരാഗത വേഷമാണ് പ്രചോദനമായിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ എത്തിയോപ്പിയാണ്. ഹനുമാനെ പോലെയുള്ള കഥാപാത്രങ്ങൾക്കുള്ള കഥകളിയിലെ വേഷമാണ് വെള്ളത്താടി. ഹസ്തലക്ഷണ ദീപിക ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട ആധികാരിക ഗ്രന്ഥമാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം കഥകളിയുമാണ്. വേടന്മാരും നായാട്ടുകാരുമായ കഥാപാത്രങ്ങളെ സൂചിപ്പിക്കാൻ കഥകളിയിലുള്ള വേഷമാണ് കറുത്ത താടി. കേരളത്തിലെ അവതരണ കലകളുടെ രാജാവ് എന്ന് കഥകളി അറിയപ്പെടുന്നു. ചവറ പാർക്കുട്ടി അമ്മ പ്രശസ്ത കഥകളി കലാകാരിയായിരുന്നു. ദുശാസനെ പോലെയുള്ള കഥാപാത്രങ്ങൾക്കുള്ള കഥകളിയിലെ വേഷം ചുവന്ന താടിയാണ്. കേരള കലാമണ്ഡലത്തിൻ്റെ ആസ്ഥാനം ചെറുതുരുത്തിയാണ്. കലാമണ്ഡലം ചാൻസലറുടെ ഉയർന്ന പ്രായപരിധി 75 വയസ്സാണ്. 1930 കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോൾ നാരായണ മേനോനാണ്. അരങ്ങ് കേളിയിൽ ഉപയോഗിക്കാത്ത വാദ്യോപകരണമാണ് ചെണ്ട.
കപ്ലിങ്ങോടൻ, വെട്ടത്തുനാടൻ, കല്ലടിക്കോടൻ എന്നീ സമ്പ്രദായങ്ങൾ കഥകളിയുമായി ബന്ധപ്പെട്ടതാണ്. കപ്ലിങ്ങോടൻ, വെട്ടത്തുനാടൻ, കല്ലടിക്കോടൻ എന്നീ സമ്പ്രദായങ്ങൾ കഥകളിയുമായി ബന്ധപ്പെട്ടതാണ് എന്ന് അറിഞ്ഞിരിക്കുക. തെയ്യവുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിൻറ്റ്സ് ആണ്. തെയ്യാട്ടത്തിൻ്റെ ആദ്യ ചടങ്ങാണ് അടയാളം കൊടുക്കൽ. 10, 15, 25 വർഷം കൂടുമ്പോൾ ആർഭാടപൂർവ്വം നടത്തുന്ന കളിയാട്ടം ഏത് പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം പെരുങ്കളിയാട്ടമാണ്. 10, 15, 25 വർഷം കൂടുമ്പോൾ ആർഭാടപൂർവ്വം നടത്തുന്ന കളിയാട്ടം പെരുങ്കളിയാട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നു. പഴയങ്ങാടിപ്പുഴയ്ക്ക് വടക്കോട്ട് തെയ്യം കളിയാട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നു. പഴയങ്ങാടിപ്പുഴയ്ക്ക് വടക്കോട്ട് തെയ്യം അറിയപ്പെടുന്നത് കളിയാട്ടം എന്നാണ്. തെയ്യത്തിൻ്റെ വേഷം അറിയപ്പെടുന്നത് തെയ്യക്കോലം എന്നാണ്. മുച്ചിലോട്ട് ഭഗവതി, കതിവന്നൂർ വീരൻ തുടങ്ങിയവ തെയ്യവുമായി ബന്ധപ്പെട്ട ടേമുകളാണ്. മുച്ചിലോട്ട് ഭഗവതി, കതിവന്നൂർ വീരൻ തുടങ്ങിയവ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം തെയ്യമാണ്. ഓണത്തിൻ്റെ വരവറിയിച്ച് വീടുകൾ സന്ദർശിക്കുന്ന തെയ്യമാണ് ഓണപ്പൊട്ടൻ. തെയ്യത്തിൻ്റെ അവസാനത്തെ ചടങ്ങ് ഏതെന്ന് ചോദിച്ചാൽ മുടിയെടുക്കലാണെന്നും ഓർത്തിരിക്കുക. കലാമണ്ഡലത്തിൻ്റെ പ്രഥമ സെക്രട്ടറി ആയിരുന്നത് മുകുന്ദരാജയാണ്. കലാമണ്ഡലത്തിൻ്റെ പ്രോ ചാൻസലർ സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ്. അതുപോലെ കലാമണ്ഡലം ഹൈദരാലി ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ കഥകളി സംഗീതമാണ്. കീഴ്പ്പടം കുമാരൻ നായർ കഥകളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കഥകളി ഗ്രാമം എന്നറിയപ്പെടുന്നത് പാലക്കാട്ടെ വെള്ളിനേഴിയാണ്. വെള്ളിനേഴിയാണ് കഥകളി ഗ്രാമം എന്നറിയപ്പെടുന്നത്. കഥകളിയിൽ ചെണ്ട ഉപയോഗിക്കുന്നതിന് തുടക്കം കുറിച്ചത് വെട്ടത്തുനാട് രാജാവാണ്. കഥകളിയിലെ 2ാം പാട്ടുകാരൻ അറിയപ്പെടുന്ന പേര് ശിങ്കിടി എന്നാണ്. കഥകളിയിലെ 1ാം പാട്ടുകാരൻ അറിയപ്പെടുന്ന പേര് പൊന്നാനി. കഥകളിയുടെ മുൻഗാമിയായ രാമനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവാണ് കൊട്ടാരക്കര തമ്പുരാൻ. കേരള കലാമണ്ഡലത്തെ കേരള സർക്കാർ ഏറ്റെടുത്തത് 1957 കേരളത്തിലെ ആദ്യ നൃത്തനാട്യ പുരസ്കാരത്തിന് അർഹനായത് കലാമണ്ഡലം സത്യഭാമ. കേരളത്തിലെ ആദ്യ നൃത്തനാട്യ പുരസ്കാരത്തിന് അർഹയായത് കലാമണ്ഡലം സത്യഭാമ. കേരള കലാമണ്ഡലത്തിൻ്റെ മുൻകാല പേര് കേരള ആർട്സ് അക്കാദമി എന്നായിരുന്നു. കേരള കലാമണ്ഡലത്തിന് കൽപ്പിത സർവകലാശാല പദവി ലഭിച്ചത് 2007 പ്രതിനായക കഥാപാത്രങ്ങൾക്കുള്ള കഥകളിയിലെ വേഷമാണ് കരി. കലാമണ്ഡലം അപ്പുക്കുട്ടി പൊതുവാളുമായി ബന്ധപ്പെട്ട സംഗീതോപകരണമാണ് മദ്ദളം. കഥകളി തുടങ്ങിക്കഴിഞ്ഞു എന്നറിയിക്കുന്ന ഗണപതി കൊട്ട് ഏത് പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ അരങ്ങ് കേളിയാണ്. കഥകളിയിലെ 8 അംഗങ്ങളിൽ അവസാനത്തെ അംഗമാണ് ധനാശി. കഥകളിയിലെ ഇഷ്ടദേവതാ പൂജ തിരശ്ശീലയ്ക്ക് പിന്നിലെ സ്തുതിപരമായ നൃത്തം അറിയപ്പെടുന്ന പേര് തോടയം എന്നാണ്. കഥകളിയിലെ തിരശ്ശീലയ്ക്ക് പിന്നിലെ സ്തുതിപരമായ നൃത്തം, അതായത് ഇഷ്ടദേവതാ പൂജ, തോടയം എന്ന് അറിയപ്പെടുന്നു. കഥകളിയിലെ 1ാം പാട്ടുകാരൻ ഉപയോഗിക്കുന്ന വാദ്യോപകരണം ചേങ്ങിലയാണ്. കഥകളിയുടെ ആദ്യത്തെ ചടങ്ങ് കേളികൊട്ടാണ്. കഥകളിയുണ്ട് എന്ന് നാട്ടുകാരെ അറിയിക്കുന്ന ചടങ്ങ് കേളികൊട്ട്. സ്ത്രീ അല്ലെങ്കിൽ മുനി കഥാപാത്രങ്ങൾക്കുള്ള കഥകളിയിലെ വേഷം മിനുക്കാണ് എന്ന് ഓർത്തിരിക്കുക. സ്ത്രീ അല്ലെങ്കിൽ മുനി കഥാപാത്രങ്ങൾക്കുള്ള കഥകളിയിലെ വേഷം മിനുക്കാണ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ കഥകളി സംഘം തൃപ്പൂണിത്തുറ വനിതാ കഥകളി സംഘമാണ്. തോടയം കഴിഞ്ഞാൽ ഗായകൻ ഇഷ്ടദേവതാ സ്തുതിപരമായ ശ്ലോകം ആലപിക്കുന്ന ചടങ്ങാണ് വന്ദന ശ്ലോകം. പത്മശ്രീ ലഭിച്ച ആദ്യ കഥകളി നടനാണ് കലാമണ്ഡലം കൃഷ്ണൻ നായർ. 1927 കേരളത്തിന് വെളിയിൽ ആദ്യമായി കഥകളി അവതരിപ്പിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ അന്തയാർ, തമിഴ്നാട്. മംഗുളം വിഷ്ണു നമ്പൂതിരി കഥകളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കഥകളി വിളക്ക് അറിയപ്പെടുന്ന പേര് ആട്ടവിളക്ക് എന്നാണ്. കഥകളിക്ക് ദേശീയ തലത്തിൽ പുരസ്കാരം നേടിയ ആദ്യ കലാകാരൻ ഗുരു കുഞ്ചുകുറുപ്പാണ്. കഥകളിയിൽ പുറപ്പാട് കഴിഞ്ഞാൽ അടുത്ത ചടങ്ങ് മേളപ്പദമാണ്. കഥകളിയിലെ പുരുഷവേഷവും സ്ത്രീവേഷവും തിരശീല നീക്കി രംഗത്ത് ചെയ്യുന്ന പ്രാർത്ഥനാപരമായ ചടങ്ങാണ് പുറപ്പാട്. കഥകളിയുടെ സാഹിത്യരൂപമാണ് ആട്ടക്കഥ. ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് എന്ന് ചോദിച്ചാൽ കഥകളിയാണ്. ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ കഥകളി. കഥകളിയുടെ ജന്മദേശം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് കൊട്ടാരക്കരയാണ്. വെട്ടത്ത് സമ്പ്രദായം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം കഥകളി. കേരളത്തിലെ എല്ലാ ദിവസവും കഥകളി നടത്തുന്ന ക്ഷേത്രം തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രം, പത്തനംതിട്ട. ടോട്ടൽ തിയേറ്റർ എന്ന് വിദേശികൾ വിശേഷിപ്പിച്ച കലാരൂപമാണ് കഥകളി.
കച്ചമണി എന്ന ആഭരണം ധരിക്കുന്നത് കഥകളിയിലാണ്. കച്ചമണി കഥകളി. കഥകളി വേഷക്കാരുടെ മുഖത്ത് അലങ്കാരപ്പണികൾ നടത്തുകയും ചായം തേക്കുകയും ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ചുട്ടികുത്ത്. കഥകളിയിൽ മേളപ്പദത്തിന് ഉപയോഗിക്കുന്ന കൃതിയാണ് ഗീതാഗോവിന്ദം. കഥകളിയിൽ മേളപ്പദം കഴിഞ്ഞാൽ അടുത്ത ചടങ്ങ് കഥാരംഭമാണ്. കഥകളിയിലെ രണ്ടാം പാട്ടുകാരൻ ഉപയോഗിക്കുന്ന വാദ്യോപകരണം ഇലത്താളമാണ്. കഥകളിയിലെ വടക്കൻ ചിട്ട എന്നറിയപ്പെടുന്നത് കല്ലടിക്കോടൻ സമ്പ്രദായമാണ്. രാജ്യാന്തര കഥകളി കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. കഥകളിയിലെ പാട്ടുകാരുടെ ഈശ്വര പ്രാർത്ഥനയാണ് വന്ദന ശ്ലോകം. വന്ദന ശ്ലോകം എന്നറിഞ്ഞിരിക്കുക. കഥകളിയിലെ പാട്ടുകാരുടെ ഈശ്വര പ്രാർത്ഥന വന്ദന ശ്ലോകം. കഥകളിയിലെ തെക്കൻ ചിട്ട എന്നറിയപ്പെടുന്നത് കപ്ലിങ്ങാടൻ സമ്പ്രദായമാണ്. ജീവിതരസങ്ങൾ എന്ന ആത്മകഥ രചിച്ച കഥകളി ആചാര്യനാണ് ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ. നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരി കഥകളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കേരള കലാമണ്ഡലം ഏത് കലാരൂപത്തിൻ്റെ പരിപോഷണവുമായിട്ടാണ് മുഖ്യമായും ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ കഥകളിയാണ് ഉത്തരം. ഭഗവതം എന്ന ആട്ടക്കഥ രചിച്ചത് കോട്ടയത്ത് തമ്പുരാനാണ്. ബുദ്ധചരിതം ആട്ടക്കഥ രചിച്ചത് NV കൃഷ്ണവാര്യർ. ആട്ടക്കഥ എന്തിൻ്റെ ഗദ്യരൂപമാണ്? ഉത്തരം കഥകളി. കർണശബദം എന്ന ആട്ടക്കഥ രചിച്ചത് മാലി V മാധവൻ നായർ അഥവാ മാലിയാണ് കർണശബദം ആട്ടക്കഥ രചിച്ചത്. കല്യാണ സൗഗന്ധികം എന്ന ആട്ടക്കഥ രചിച്ചത് കോട്ടയത്ത് തമ്പുരാനാണ്. കാറൽമാൻ ചരിതത്തെ ഇതിവൃത്തമാക്കിക്കൊണ്ട് ഒലിവേർ വിജയം എന്ന ആട്ടക്കഥ രചിച്ചത് കട്ടക്കയം ചെറിയാൻ മാപ്പിളയാണ്. കാറൽമാൻ ചരിതത്തെ ഇതിവൃത്തമാക്കിക്കൊണ്ട് ഒലിവേർ വിജയം എന്ന ആട്ടക്കഥ കട്ടക്കയം ചെറിയാൻ മാപ്പിളയാണ് രചിച്ചത് എന്ന് അറിഞ്ഞിരിക്കുക. കളരിപ്പയറ്റിലെ ആദ്യത്തെ അടവാണ് ഓതിരം. കളരിപ്പയറ്റിലെ 18ാമത്തെ അടവ് പൂഴിക്കടകൻ. കളരി മുറയും ആചാരാനുഷ്ഠാനങ്ങളും ഒത്തുചേരുന്ന അനുഷ്ഠാന കലയാണ് പൂരക്കളി. കേരളത്തിലെ സാമൂഹിക രംഗത്ത് പ്രാധാന്യമർഹിക്കുന്ന കളരിപ്പയറ്റുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പാട്ടുകളാണ് വടക്കൻ പാട്ടുകൾ. കളരിപ്പയറ്റിൻ്റെ പാട്ടുകൾ വടക്കൻ പാട്ടുകൾ അറിയാമല്ലോ. ആയോധന കലകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് കളരിപ്പയറ്റാണ്. ആയോധന കലകളുടെ മാതാവ് കളരിപ്പയറ്റാണ്. കേരളത്തിലെ തനത് ആയോധന കലയാണ് കളരിപ്പയറ്റ്. കാലകേയ വധം എന്ന ആട്ടക്കഥ രചിച്ചത് കോട്ടയം തമ്പുരാനാണ്. കിർമീരവധം എന്ന ആട്ടക്കഥ രചിച്ചതും കോട്ടയത്ത് തമ്പുരാനാണ്. രാവണ വിജയം എന്ന ആട്ടക്കഥ രചിച്ചത് കരീന്ദ്രനാണ്. രാവണ വിജയം കരീന്ദ്രൻ, കിളിമാനൂർ കോയിത്തമ്പുരാൻ. നളചരിതം ആട്ടക്കഥ രചിച്ചത് ഉണ്ണായി വാര്യരാണ്. എത്ര ദിവസമായി അരങ്ങേറുന്ന വിധത്തിലാണ് ഉണ്ണായി വാര്യർ നളചരിതം ചിട്ടപ്പെടുത്തിയത് എന്ന് ചോദിച്ചാൽ ഉത്തരം 4 ദിവസമാണ്. നളചരിതം ആട്ടക്കഥയ്ക്ക് MH ശാസ്ത്രികൾ രചിച്ച വ്യാഖ്യാനമാണ് രസികാ കൗതുകം. നളചരിതം ആട്ടക്കഥയെ കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. പാർവതി പരിണയം ആട്ടക്കഥ രചിച്ചത് R രാമചന്ദ്രൻ നായർ. പൂതനാമോക്ഷം, രുക്മിണീവധം എന്ന ആട്ടക്കഥകൾ രചിച്ചത് അശ്വതി തിരുനാൾ രാമവർമ്മയാണ്. പൂതനാമോക്ഷവും രുക്മിണീവധവും ഈ 2 ആട്ടക്കഥകളും രചിച്ചത്. ആട്ടക്കഥകൾ രചിച്ച ആദ്യ വനിത കുട്ടിക്കുഞ്ഞു തങ്കച്ചിയാണ്. ആട്ടക്കഥകൾ രചിച്ച ആദ്യ വനിത. ഉത്തരാ സ്വയംവരം ആട്ടക്കഥ എഴുതിയത് ഇരയിമ്മൻ തമ്പിയാണ്. ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥയ്ക്ക് AR രാജരാജവർമ്മ രചിച്ച വ്യാഖ്യാനമാണ് കാന്താര താരകം. വീരവിരാടകുമാര വിഭോ എന്ന കുമ്മി ഏത് ആട്ടക്കഥയിലേതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരാ സ്വയംവരത്തിലെയാണ്. ഔഷധാഹരണം ആട്ടക്കഥ രചിച്ചത് വള്ളത്തോളാണ്. അടിയ വിഭാഗത്തിൻ്റെ പരമ്പരാഗത നൃത്തരൂപമാണ് ഗദ്ദിക. ഗീതാഗോവിന്ദത്തെ അടിസ്ഥാനമാക്കിയുള്ള കേരളീയ നൃത്തവിശേഷമാണ് അഷ്ടപതിയാട്ടം. അഷ്ടപതിയാട്ടം. സ്ത്രീകൾ അവതരിപ്പിക്കുന്ന കൂത്ത് നങ്ങ്യാർ കൂത്ത് എന്നാണ് അറിയപ്പെടുന്നത്. സംസാരിക്കുന്ന കഥകളി എന്നറിയപ്പെടുന്നത് യക്ഷഗാനം. കേരളത്തിലെ ഏക സ്ത്രീ തെയ്യമാണ് ദേവക്കൂത്ത്. തീ കൊണ്ടുള്ള നൃത്തം എന്ന പേരിന് അർത്ഥമുള്ള അനുഷ്ഠാന കലയാണ് തീയാട്ട്. പഞ്ചവാദ്യത്തിൽ ശംഖുൾപ്പെടെ എത്ര വാദ്യങ്ങളാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരം 6 എന്ന് അറിഞ്ഞിരിക്കുക. തിരുവാതിര കളിയുടെ മറ്റൊരു പേരാണ് കൈകൊട്ടിക്കളി. ഭഗവതി ക്ഷേത്രങ്ങളിൽ കളമ്പാട്ടിന് ഉപയോഗിക്കുന്ന വാദ്യോപകരണം നന്ദുണിയാണ്. 5 പേരുടെ കളി എന്ന പേരിനർത്ഥമുള്ള അനുഷ്ഠാന കലയാണ് ഐവർ കളി എന്ന് അറിഞ്ഞിരിക്കുക. 5 പേരുടെ കളി ഐവർ കളിയാണെന്ന് ഓർത്തിരിക്കുക.
മഴ പെയ്ച്ചതായി കരുതപ്പെടുന്ന കർണാടക സംഗീതത്തിലെ രാഗമാണ് അമൃതവർഷിണി. മഴ പെയ്ച്ചതായി കരുതപ്പെടുന്ന ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ രാഗമാണ് മേഘമൽഹാർ. മാനവേദൻ എന്ന സാമൂതിരി രാജാവ് രൂപം നൽകിയ കലാരൂപമാണ് കൃഷ്ണനാട്ടം. കർണാടക സംഗീത പഠനത്തിലെ അടിസ്ഥാന രാഗമാണ് മായാമാളവ ഗൗളം. കർണാടക സംഗീതത്തിലെ അടിസ്ഥാന രാഗങ്ങൾ 72 എണ്ണമാണ്. കൃഷ്ണനാട്ടത്തിൻ്റെ വാചികാംശത്തിന് ഉപയോഗിക്കുന്ന കൃതിയാണ് കൃഷ്ണഗീതി. ഹരിവരാസനം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം മധ്യമാവതിയാണ്. മയിൽപ്പീലി തൂക്കം എന്നറിയപ്പെടുന്ന കലാരൂപം അർജുന നൃത്തമാണ്. ഏത് മതവുമായി ബന്ധപ്പെട്ട കലാരൂപമാണ് ദഫ്മുട്ട് എന്ന് ചോദിച്ചാൽ ഉത്തരം ഇസ്ലാം മതമാണ്. വാദ്യങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന സംഗീതോപകരണം വയലിനാണ്. കൃഷ്ണനാട്ടം എത്ര ദിവസം കൊണ്ടാണ് ആടിത്തീരേണ്ടത്? ഉത്തരം 8 ദിവസമാണ്. ചെണ്ടമേളം നിയന്ത്രിക്കുന്ന മേളക്കാരൻ അറിയപ്പെടുന്ന പേര് പ്രമാണി എന്നാണ്. തന്ത്രിവാദ്യങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് വീണ. താരാട്ട് പാട്ടുകൾ ചിട്ടപ്പെടുത്താൻ ഉപയോഗിക്കുന്ന രാഗമാണ് നീലാംബരി. ചൂരൽ മുറിയൽ അതുപോലെ കൊതുവെട്ട് എന്നീ ചടങ്ങുകൾ കുത്തിയാട്ടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കുത്തിയോട്ടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചൂരൽ മുറിയൽ അതുപോലെ കൊതുവെട്ട് എന്നീ ചടങ്ങുകൾ. ബാൻസുരി എന്നും അറിയപ്പെടുന്ന വാദ്യമാണ് ഓടക്കുഴൽ. ഭാരതീയ സങ്കല്പപ്രകാരം ശിവൻ്റെ ശൂലത്തിൽ കാണപ്പെടുന്ന വാദ്യം ഉടുക്കാണ്. മലയാള കലണ്ടറിലെ ഏത് മാസത്തിലാണ് തുയിലുണർത്ത് പാട്ട് പാടുന്നതെന്ന് ചോദിച്ചാൽ കർക്കടകമാണ്. നെക്സ്റ്റ് വാസ്തുവിദ്യയുമായി ബന്ധപ്പെട്ട് കുറച്ച് പോയിന്റുകളാണ്. ബ്രിക്ക് മാസ്റ്റർ ഓഫ് കേരള, വാസ്തുവിദ്യയിലെ ഗാന്ധി എന്ന അപരനാമങ്ങളിൽ അറിയപ്പെടുന്നത് ലാറി ബേക്കറാണ്. മനുഷ്യാലയ ചന്ദ്രിക രചിച്ചത് തിരുമംഗലത്ത് നീലകണ്ഠൻ മൂസത്താണ്. മനുഷ്യാലയ ചന്ദ്രിക എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകമാണ് എന്ന് ചോദിച്ചാൽ വാസ്തുവിദ്യയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകമാണ്. ആധുനിക പെരുന്തച്ഛൻ എന്നറിയപ്പെടുന്നത് ലാറി ബേക്കറാണ്. ലാറി ബേക്കറുടെ യഥാർത്ഥ പേര് ലോറൻസ് ബേക്കർ. കേരളത്തിൻ്റെ പരമ്പരാഗത വാസ്തുശൈലിയാണ് നാലുകെട്ട്. കേരളീയ ക്ഷേത്ര വാസ്തുശില്പകലയുടെ ആധികാരിക ഗ്രന്ഥമായി കണക്കാക്കപ്പെടുന്ന തന്ത്രസമുച്ചയം രചിച്ചത് ചോനാസ് നാരായണൻ നമ്പൂതിരിയാണ്. കേരളീയ ക്ഷേത്ര വാസ്തുശില്പകലയുടെ ആധികാരിക ഗ്രന്ഥമായി കണക്കാക്കപ്പെടുന്ന തന്ത്രസമുച്ചയം രചിച്ചത് ചോനാസ് നാരായണൻ നമ്പൂതിരി. കോസ്റ്റ് ഫോർഡ് ആസ്ഥാനം തൃശ്ശൂരാണ്. സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി ഫോർ റൂറൽ ഡെവലപ്മെൻറ്റ്, കോസ്ഫോർഡ് തൃശ്ശൂരാണ് ആസ്ഥാനം. നിർമ്മിത കേന്ദ്രയുടെ ആസ്ഥാനം തിരുവനന്തപുരം PTP നഗർ. ഹാബിറ്റാറ്റിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. ഹാബിറ്റാറ്റ് ടെക്നോളജി ഗ്രൂപ്പ് സ്ഥാപിച്ച ശാസ്ത്രവാസ്തുശില്പി ശങ്കറാണ്. ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി സൗഹാർദ്ദപരവുമായ വീടുകൾ നിർമ്മിക്കുന്നതിനായി IAS ഓഫീസറായ CV ആനന്ദബോസ് രൂപം നൽകിയ സ്ഥാപനമാണ് നിർമ്മിതി കേന്ദ്ര. കോസ്റ്റ് ഫോർഡ് സ്ഥാപിക്കുന്നതിന് മുൻകൈയെടുത്ത കേരള മുഖ്യമന്ത്രിയാണ് C അച്യുതമേനോൻ എന്ന് അറിഞ്ഞിരിക്കുക. കാർട്ടൂണുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് ആണ്. ബോബനും മോളിയും എന്ന കാർട്ടൂൺ പരമ്പരയിലൂടെ പ്രസിദ്ധനായ കാർട്ടൂണിസ്റ്റ് ടോംസിൻ്റെ യഥാർത്ഥ പേര് VT തോമസ് എന്നാണ്. 1982 സ്ഥാപിതമായ കേരള കാർട്ടൂൺ അക്കാദമിയുടെ ആസ്ഥാനം കൊച്ചിയാണ്. കേരളത്തിലെ ആദ്യത്തെ കാർട്ടൂണാണ് മഹാക്ഷാമദേവത. മലയാളത്തിലെ ആദ്യത്തെ പോക്കറ്റ് കാർട്ടൂൺ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കിട്ടുമ്മാൻ ഏത് പത്രത്തിലാണ് വിമോചന സമരകാലത്ത് 1959 ജൂലൈ 19 മുതൽ കാർട്ടൂണിസ്റ്റ് യേശുദാസൻ വരച്ചു തുടങ്ങിയതെന്ന് ചോദിച്ചാൽ ജനയുഗമാണ്. ഒന്നുകൂടെ പറയാം, മലയാളത്തിലെ ആദ്യത്തെ പോക്കറ്റ് കാർട്ടൂൺ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കിട്ടുമ്മാൻ ഏത് പത്രത്തിലാണ് വിമോചന സമരകാലത്ത് 1959 മുതൽ കാർട്ടൂണിസ്റ്റ് യേശുദാസൻ വരച്ചു തുടങ്ങിയതെന്ന് ചോദിച്ചാൽ ജനയുഗമാണ് ഉത്തരമെന്ന് അറിഞ്ഞിരിക്കുക. അപ്പി ഹിപ്പി, ഇട്ടുണ്ണൻ, ഉണ്ണിക്കുട്ടൻ എന്നീ കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ സൃഷ്ടാവ് ടോംസ് ആണ്. കാർട്ടൂണിസ്റ്റ് PK മന്ത്രിയുടെ യഥാർത്ഥ പേര് PK മന്ത്രികുമാരൻ. കുഞ്ചുക്കുറുപ്പ് എന്ന കാർട്ടൂൺ കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ടോംസ് ആണ്. ഏത് മാസികയിലാണ് മഹാക്ഷാമദേവത എന്ന കാർട്ടൂൺ അച്ചടിച്ചതെന്ന് ചോദിച്ചാൽ വിദൂഷകൻ മാസിക. കുഞ്ഞമ്മാൻ എന്ന കാർട്ടൂൺ പരമ്പര BM ഗഫൂറിൻ്റെയാണ്. ജൂംബ ചേട്ടൻ എന്ന കാർട്ടൂൺ പരമ്പര യേശുദാസനാണ് സൃഷ്ടിച്ചത്. പൊന്നമ്മ സൂപ്രണ്ട് എന്ന കാർട്ടൂൺ പരമ്പര യേശുദാസനാണ് സൃഷ്ടിച്ചത്. കേരള കാർട്ടൂൺ അക്കാദമിയുടെ സ്ഥാപക പ്രസിഡന്റ് യേശുദാസനാണ്. കേരളത്തിൻ്റെ കാർട്ടൂൺ ചരിത്രം എന്ന പുസ്തകം രചിച്ചത് സുകുമാരൻ പോറ്റിയാണ്.
കാക്കദൃഷ്ടി എന്ന പോക്കറ്റ് കാർട്ടൂൺ പങ്ക്തിയുടെ രചയിതാവ് ഗോപികൃഷ്ണനാണ്. പ്രശസ്ത കാർട്ടൂണിസ്റ്റ് യേശുദാസൻ ഏത് പത്രത്തിലാണ് വരച്ചിരുന്നത് എന്ന് ചോദിച്ചാൽ മലയാള മനോരമ. ചെറിയ മനുഷ്യരും വലിയ ലോകവും എന്ന കാർട്ടൂൺ ജി അരവിന്ദനാണ് വരച്ചത്. മലയാളത്തിലെ ആദ്യത്തെ ബോക്സ് കാർട്ടൂണാണ് കിട്ടുമ്മാൻ, ജനയുഗത്തിലെ കിട്ടുമ്മാൻ. മാതൃഭൂമി പത്രത്തിൽ കുഞ്ഞമ്മാമൻ എന്ന കാർട്ടൂൺ വരച്ചിരുന്നത് ശിവറാമാണ്. നാണിയമ്മ എന്ന പോക്കറ്റ് കാർട്ടൂൺ മാതൃഭൂമിയിൽ വരച്ചിരുന്നത് ആർട്ടിസ്റ്റ് നമ്പൂതിരി. ആവഞ്ചി എന്ന പേരിലും അറിയപ്പെടുന്ന വാദ്യമാണ് ഇടയ്ക്ക. വടക്കൻ പാട്ടുകൾ പാടുന്നതിനൊപ്പം ഉപയോഗിച്ചിരുന്ന വാദ്യോപകരണമാണ് ഉടുക്ക്. കർണാടക സംഗീതത്തിലെ അത്യപൂർവ രാഗങ്ങൾ കാഴ്ചവെക്കുന്ന കലാരൂപമാണ് യക്ഷഗാനം. തോൽപ്പാവക്കൂത്ത് അവതരിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാദ്യോപകരണമാണ് ഏഴുപാറ. തോൽപ്പാവക്കൂത്തിൽ അവതരിപ്പിക്കുന്ന കഥാസന്ദർഭം രാമൻ്റെ ജനനം മുതൽ പട്ടാഭിഷേകം വരെയാണ് എന്ന് ഓർത്തിരിക്കുക. മുഖ്യ പാവക്കൂത്തുകാരൻ അറിയപ്പെടുന്ന പേര് പുലവർ എന്നാണ്. പാനകളയ്ക്ക് അകമ്പടിയായി ഉപയോഗിക്കുന്ന വാദ്യോപകരണം പറ. കണ്യാർ കളിയുടെ മറ്റു പേരുകളാണ് ദേശത്തുകളി, മലമക്കളി. കണ്യാർ കളി 4 ദിവസമാണ് നീണ്ടു നിൽക്കുന്നത്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ഉണ്ണി എന്നറിയപ്പെടുന്ന ചെറു സംഘങ്ങൾ അവതരിപ്പിക്കുന്ന കലാരൂപമാണ് തീയാട്ട്. രോഗങ്ങൾ മാറുന്നതിനായി ഗദ്ദിക എന്ന കലാരൂപം അവതരിപ്പിക്കുന്ന മാസം മിഥുനമാണ്. കവിത്തങ്ങൾ എന്നറിയപ്പെടുന്ന പാട്ട് ഉപയോഗിക്കുന്ന കലാരൂപം അർജുന നൃത്തമാണ്. കൂത്തിന് നങ്ങിയാർ കൊട്ടുന്ന വാദ്യം കുഴിത്താളമാണ്. കൂത്തിനെ ലഘൂകരിച്ച ക്ഷേത്രകലയാണ് പാഠകം. ഗദ്ദികയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാദ്യോപകരണമാണ് തുടി. സംസ്കൃതത്തിൽ ഡമരു എന്നറിയപ്പെടുന്ന വാദ്യമാണ് ഉടുക്ക്. ബയലാട്ടം എന്നറിയപ്പെടുന്ന കലാരൂപം യക്ഷഗാനമാണ്. അമ്പലപ്പറമ്പിലോ കൊയ്ത്തു കഴിഞ്ഞ പാടത്തോ തയ്യാറാക്കിയ പന്തലിൽ അരങ്ങേറുന്ന കലാരൂപമാണ് പൊറോട്ട് നാടകം. സർപ്പപ്പാട്ടിൻ്റെ മറ്റൊരു പേരാണ് പുള്ളുവൻ പാട്ട്. തടിയിൽ നിർമ്മിച്ച മുഖംമൂടി അണിഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുന്ന കേരളത്തിലെ പ്രാചീന കലാരൂപമാണ് കുമ്മാട്ടിക്കളി. ദപ്പ്, റാത്തിപ്പ്, ദപ്പ് കവാത്ത്, ദപ്പ് റാത്തിബ്, ദപ്പ് കവാത്ത് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കലാരൂപമാണ് ദഫ് മുട്ട്. ദഫ് മുട്ട് കണക്ട് ചെയ്യാമല്ലോ. തിരുവനന്തപുരം ശ്രീ അവിട്ടം തിരുനാൾ ആശുപത്രിക്ക് മുന്നിലെ അമ്മയും കുഞ്ഞും പ്രതിമ നിർമ്മിച്ചത് ആര്യനാട് രാജേന്ദ്രനാണ് എന്ന് ഓർത്തിരിക്കുക. ഏറ്റവും വലിയ പക്ഷിപ്രതിമ സ്ഥാപിച്ച ജഡായു നേച്ചർ പാർക്ക് കൊല്ലം ജില്ലയിലെ ചടയമംഗലത്താണ്. കണ്ണൂരിലെ പയ്യാമ്പലം കടപ്പുറത്തെ അമ്മയും കുഞ്ഞും പ്രതിമയുടെ സൃഷ്ടാവ് കാനായി കുഞ്ഞിരാമനാണ്. കാനായി കുഞ്ഞിരാമൻ്റെ വീണപ്പൂവ്, ദുരവസ്ഥ എന്നീ ശില്പങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത് തോന്നക്കൽ ആശാൻ സ്മാരകം. സുരേന്ദ്രകൃഷ്ണൻ നിർമ്മിച്ച നാറാണത്ത് ഭ്രാന്തൻ്റെ ശില്പം ഏത് മലയിലാണ് സ്ഥാപിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ രായിനെല്ലൂർ മലയിൽ. കൊല്ലത്ത് അമ്മയും കുഞ്ഞും പ്രതിമ നിർമ്മിച്ചത് MV ദേവനാണ്. മലമ്പുഴയിലെ പ്രശസ്തമായ യക്ഷി ശില്പം തയ്യാറാക്കിയത് കാനായി കുഞ്ഞിരാമൻ. മുക്കോല പെരുമാൾ എന്ന ശില്പം കാനായി കുഞ്ഞിരാമൻ്റെയാണ്. കാനായി കുഞ്ഞിരാമൻ്റെ തമിഴത്തി പെണ്ണ് എന്ന ശില്പം സ്ഥാപിച്ചിരിക്കുന്നത് ചോളമണ്ഡലം കലാഗ്രാമത്തിലാണ്. തിരുവനന്തപുരത്ത് ശംഖുമുഖത്തെ മത്സ്യകന്യകയുടെ ശില്പം തയ്യാറാക്കിയത് കാനായി കുഞ്ഞിരാമൻ. ബ്രിട്ടീഷ് സാമ്രാജ്യ സർക്കാരിൻ്റെ കൈസർ-ഇ-ഹിന്ദ് ബഹുമതി നേടിയ ആദ്യ കേരളീയ ചിത്രകാരനാണ് രാജാ രവിവർമ്മ. കലാസാംസ്കാരിക രംഗത്തെ ശ്രദ്ധേയമായ മികവിന് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരത്തിന് ആരുടെ പേരാണ് നൽകിയിരിക്കുന്നതെന്ന് ചോദിച്ചാലും ഉത്തരം രാജാ രവിവർമ്മയാണെന്ന് ഓർത്തിരിക്കുക. കേരളത്തിലെ ചുമർ ചിത്രങ്ങളുടെ ആദ്യ മാതൃകകൾ കാണാവുന്ന തിരുനന്ദിക്കര ഗുഹാക്ഷേത്രം കന്യാകുമാരിയിലാണ്. തിരുനന്ദിക്കര ഗുഹാക്ഷേത്രം കന്യാകുമാരി. കേരളത്തിലെ ചുമർ ചിത്രങ്ങളുടെ ആദ്യ മാതൃകകൾ ഇവിടെ കാണാം. രാജാ രവിവർമ്മ അന്തരിച്ചത് 1906 ദർ കംസ് പപ്പ എന്ന പ്രശസ്തമായ പെയിൻറ്റിങ് രാജാ രവിവർമ്മയുടെയാണ്. 1904 കേഴ്സൺ ഏത് ചിത്രകാരനാണ് കൈസർ-ഇ-ഹിന്ദ് സ്വർണ്ണ മെഡൽ സമ്മാനിച്ചതെന്ന് ചോദിച്ചാൽ ഉത്തരം രാജാ രവിവർമ്മയാണ്. ഇന്ദ്രജിത്തിൻ്റെ വിജയം, ഋഷി കന്യക എന്നീ ചിത്രങ്ങളും രാജാ രവിവർമ്മയുടെയാണ്. മമ്മിയൂർ കൃഷ്ണൻകുട്ടി നായർ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ചുമർ ചിത്രം. പഞ്ചവർണ്ണ ശൈലിയിൽ ഉപയോഗിക്കുന്ന നിറങ്ങൾ ചുവപ്പ്, മഞ്ഞ, പച്ച, കറുപ്പ്, വെള്ള. ചുവപ്പ്, മഞ്ഞ, പച്ച, കറുപ്പ്, വെള്ള എന്നിവയാണ് പഞ്ചവർണ്ണ ശൈലിയിൽ ഉപയോഗിക്കുന്ന നിറങ്ങൾ. മുല്ലപ്പൂ ചൂടിയ നായർ വനിത എന്ന പെയിൻറ്റിംഗ് രാജാ രവിവർമ്മയാണ് വരച്ചത്.
രാജാക്കന്മാരിൽ ചിത്രകാരൻ, രാജാക്കന്മാരിൽ ചിത്രകാരൻ, ചിത്രകാരന്മാരിൽ രാജാവ് എന്നൊക്കെ രാജാ രവിവർമ്മ അറിയപ്പെടുന്നു. ശകുന്തളയുടെ പ്രേമവീക്ഷണം എന്ന പെയിൻറ്റിങ് രാജാ രവിവർമ്മയുടെയാണ്. ജടായുവധം എന്ന പെയിൻറ്റിങ്ങും രാജാ രവിവർമ്മയുടെയാണ്. ഏത് ദ്രാവിഡ കലയുമായിട്ടാണ് ചുമർ ചിത്രത്തിന് ബന്ധമുള്ളത് എന്ന് ചോദിച്ചാൽ ഉത്തരം കളമെഴുത്താണ്. കേരളത്തിലെ പരമ്പരാഗത ചുമർ ചിത്രങ്ങളുടെ ശൈലി പഞ്ചവർണ്ണ ശൈലിയാണ്. തമിഴ് മഹിളയുടെ സംഗീതാലാപം എന്ന ചിത്രം രാജാ രവിവർമ്മയുടെയാണ്. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ആർട്ട് ഗാലറി ചിത്രകൂടം. മോഹിനിയും രുക്മാംഗദനം എന്ന പെയിൻറ്റിങ് രാജാ രവിവർമ്മയുടെയാണ്. പട്ടം പറപ്പിക്കുന്ന പെൺകുട്ടി, നിലാവ്, ധ്യാനം, നീലനദി എന്നീ ചിത്രങ്ങൾ TK പത്മിനിയുടെയാണ്. ശ്രീകൃഷ്ണ ജനനം എന്ന പ്രശസ്തമായ ചിത്രം രാജാ രവിവർമ്മയുടെയാണ്. മലബാർ മനോഹരി രാജാ രവിവർമ്മയുടെ ചിത്രമാണ്. രാജാ രവിവർമ്മയെ പാശ്ചാത്യ ചിത്രകല അഭ്യസിപ്പിച്ച ബ്രിട്ടീഷ് ചിത്രകാരനാണ് തിയോഡോർ ജൺസൺ. ഹംസവും ദമയന്തിയും എന്ന ചിത്രം രാജാ രവിവർമ്മയുടെയാണ്. ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ യഥാർത്ഥ പേര് വസുദേവൻ നമ്പൂതിരി. കേരളത്തിലെ അമൃത ഷെർഗിൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ചിത്രകാരിയാണ് TK പത്മിനി. ചോഴമണ്ഡലത്തിൻ്റെ മാതൃകയിൽ മാഹിയിൽ കേരള കലാഗ്രാമം സ്ഥാപിച്ചത് MV ദേവനാണ്. CN കരുണാകരൻ ഏത് കലയുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധി നേടിയ വ്യക്തിയാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം ചിത്രകലയാണ്. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ആർട്ട് ഗാലറി സ്ഥാപിച്ചത് CN കരുണാകരനാണ് എന്നും ഇക്കൂട്ടത്തിൽ ഓർത്തിരിക്കുക. ജില്ലകളും കലാരൂപങ്ങളും. ഏത് ജില്ലയിലാണ് ഗദ്ദിക പ്രചാരത്തിലുള്ളത്? ഉത്തരം വയനാട്. ആലംമാല നാടകം പാലക്കാടാണ് പ്രചാരത്തിലുള്ളത്. ചിമ്മാനക്കളി പ്രചാരത്തിലുള്ള ജില്ലകൾ കണ്ണൂരും കാസർഗോഡും. അയ്യപ്പൻ തീയാട്ട് പ്രചാരത്തിലുള്ള ജില്ലകൾ തൃശ്ശൂരും പാലക്കാടും. തിറ പ്രചാരത്തിലുള്ള ജില്ലകൾ കോഴിക്കോടും കണ്ണൂരും. പാണക്കളി പ്രചാരത്തിലുള്ളത് പാലക്കാടും മലപ്പുറവും. പൊറോട്ട് നാടകം പ്രചാരത്തിലുള്ളത് പാലക്കാട്. ആരുടെ പ്രശസ്തമായ ചിത്രമാണ് ആൾക്കൂട്ടത്തിലെ ക്രിസ്തു എന്ന് ചോദിച്ചാൽ KCS പണിക്കരുടെ പ്രശസ്തമായ ചിത്രമാണ്. KCS പണിക്കരുടെ പൂർണ്ണനാമം കോവലേഴി ചീരമ്പത്തൂർ ശങ്കരൻ പണിക്കർ. മലബാർ കർഷകൻ എന്ന ചിത്രം വരച്ചത് KCS പണിക്കരാണ്. ചോഴമണ്ഡലം എന്ന ചിത്രകലാ കേന്ദ്രത്തിൻ്റെ സ്ഥാപകൻ KCS പണിക്കരാണ്. വാക്കുകളും പ്രതീകങ്ങളും എന്ന ചിത്രപരമ്പര KCS പണിക്കരുടെയാണ്. ഏത് പ്രസിദ്ധീകരണത്തിലാണ് മിസിസ് നായർ എന്ന കാർട്ടൂൺ യേശുദാസൻ വരച്ചിരുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരം വനിതയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കളിമൺ ശില്പമായ മരപ്രഭു ശില്പം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഗുരുവായൂർ. P. രാമചന്ദ്രനാണ് രൂപകൽപ്പന ചെയ്തത്. ട്രൈബൽ വിച്ചസ് എന്ന പ്രശസ്തമായ ചിത്രം CN കരുണാകരനാണ് വരച്ചത്. പൊന്നമ്മ സൂപ്രണ്ട്, ജൂംബ ചേട്ടൻ, കിട്ടുമാൻ എന്നീ കാർട്ടൂൺ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചത് യേശുദാസനാണ്. ഇത്തിരി നേരം പോക്ക് ഇത്തിരി ദർശനം എന്ന കാർട്ടൂൺ സമാഹാരം OV വിജയൻ്റെയാണ്. ഏത് ആഴ്ച പതിപ്പിലാണ് പ്രശസ്തമായ ബോബനും മോളിയും എന്ന കാർട്ടൂൺ സ്ട്രിപ്പ് 4 പതിറ്റാണ്ട് കാലം പ്രസിദ്ധീകരിച്ചിരുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരം മലയാള മനോരമ. 2014 സ്ഥാപിതമായ ശങ്കർ മെമ്മോറിയൽ നാഷണൽ കാർട്ടൂൺ മ്യൂസിയം ആൻഡ് ആർട്ട് ഗാലറി കായംകുളത്തെ കൃഷ്ണപുരത്താണ് സ്ഥിതി ചെയ്യുന്നതെന്നും അറിഞ്ഞിരിക്കുക.